നിങ്ങളുടെ അനുമാന വാക്യ പ്രയോഗം എന്ന് പറഞ്ഞ ആരെങ്കിലും അനുമാനം ഇവിടെ ഏതാ അനുമാനം പ്രയോഗിച്ചത് എന്നുള്ളത്? അനുമാന വാക്യം ഇവിടെ ഏതാണ് അനുമാന വാക്യം വന്നത്? ടീക്കയിലാണ് വന്നത്. ആ അനുമാന വാക്യം ഒന്ന് എടുത്ത് പറയാൻ പറ്റുമോ നോക്ക്. എത്രയെത്ര മന്ത്രത്വം തത്ര കർമ്മശേഷം. നിങ്ങൾ അനുമാന വാക്യം മാത്രമേ ചോദിച്ചിട്ടു, ഞാൻ വ്യാപ്തി ഒന്നും ചോദിച്ചിട്ടില്ല. അനുമാന വാക്യം ഈശാവാസ്യം ഇത്യാദി മന്ത്രാः കർമ്മശേഷः മന്ത്രത്വാവിശേഷാത് വിഷയത്വാദി മന്ത്രവത്. ഇതാണ് അനുമാന വാക്യം. ഇന്നലെ കേട്ട ക്ലാസ് അന്നേരം മനസ്സിലാക്കിയാലോ അല്ലെങ്കിൽ പിന്നീട് കേട്ടാലോ മനസ്സിലാവുന്നതേ ഉള്ളൂ അത്. ഓക്കെ, ഇതിന് ദൃഷ്ടാന്തം നമ്മൾ ഏതാ കൊടുത്തത്? എങ്ങനെ? വേറൊരു അനുമാനം പറഞ്ഞിരുന്നല്ലോ, പർവ്വതോ വന്യമാൻ ധൂമാൻ. ഇത് വെച്ചിട്ടാണ് ബേസിക് നമ്മൾ പറഞ്ഞു പോവുക. ഇതാണ് നിങ്ങൾക്ക് തർക്കസംഗ്രഹത്തിൽ ആദ്യം കാണുന്ന അനുമാനമായിരിക്കും. പർവ്വതോ വന്യമാൻ, പർവ്വതമായി പക്ഷം. വന്യമാൻ എന്നുള്ള സ്ഥലത്ത് മാൻ വാൻ ഒഴിവായി കളയാ. മാൻ വാൻ എവിടെയാണോ ഇല്ലാത്തത് അവിടെ ത്വം കൂട്ടിച്ചേർത്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് സാധ്യം കിട്ടും. ഇതാണ് ഒരു ശൈലി. ഇതിന്റെയൊക്കെ ടെക്നിക്കൽ സൈഡ് പിന്നെ പഠിക്കുക. ഇതിപ്പം ഇങ്ങനെ പഠിക്കുക. കാരണം എന്താന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഉള്ളതും പോകും. കാരണം അത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് സെഗ്മെന്റ് വേറെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചെടുക്കണം. അപ്പൊ പർവ്വതോ പർവ്വത പക്ഷമായി, വന്യമാൻ വന്നി സാധ്യമായി, ധൂമവത്വാദം ഉണ്ടാവും, അതിന് ധൂമാദം നർത്തെടുക്കാം. ധൂമമായി അവിടുത്തെ ഹേതു. ഇതിൽ നിന്ന് ഇനി എന്ത് വേണം? വ്യാപ്തി സിദ്ധിക്കണം. വ്യാപ്തി എന്ന് പറഞ്ഞ എന്താർത്ഥം? ഒരു സംബന്ധമാണ്. സാധ്യ അഭാവ ആവൃത്തിത്വം എന്നാണ് ഈ വ്യാപ്തിയെ പറയുക. സാധ്യ അഭാവവത്ത് ആവൃത്തിത്വം വ്യാപ്തി. ഇത് സാമാന്യമായിട്ട് ഉപനിഷത്ത് എടുക്കുന്ന സമയത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ അവർ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും? പുസ്തകജ്ഞാനമാണോ ജ്ഞാനം? അതൊക്കെ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, ഗുരുവിന്റെ കൈ തലയിൽ തൊടുമ്പോഴല്ലേ ജ്ഞാനം ഉണ്ടാവുക. ഹൃദയം കൊണ്ടാണ് അറിയുന്നത്. ചിലരുടെ ആഖ്യാനമുണ്ട്, ബുദ്ധി കൊണ്ടല്ല അറിയുക, ബുദ്ധിയുടെ കസറത്തല്ല, ഹൃദയം കൊണ്ട് അറിയണം. അങ്ങനെ ബുദ്ധി ഹൃദയം പോലെ രണ്ട് വസ്തുവൊന്നും ശാസ്ത്രത്തിലില്ല. അറിവ് എന്നുള്ളത് ജ്ഞാനമാണ്, അത് ബുദ്ധിയുടെ വൃത്തിയാണ്. ഇതല്ലാതെ സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിവ് എന്നുള്ളത് എന്താന്ന് പറയത്തില്ല. അവരുദ്ദേശിച്ചത് വേറൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ അവർക്കും അറിയത്തില്ല, അതുകൊണ്ട് പറയത്തില്ല. ഇപ്പൊ ഇവിടെ ഇതിന്റെ വ്യാപ്തി നോക്കിയാൽ എത്ര മന്ത്രത്വാഭിശേഷത്വം അല്ലെങ്കിൽ മന്ത്രത്വം എന്ന് പറഞ്ഞു. എത്ര മന്ത്രത്വം തത്ര കർമ്മശേഷത്വം എന്ന് വ്യാപ്തി കിട്ടും. ഈ വ്യാപ്തി ഉദാഹരണത്തിന് എത്ര എന്ന ഉദ്ദേശം എന്താണ്? എവിടെ എന്ന് പറയാം, എവിടെയെല്ലാം എന്ന ഉദ്ദേശിച്ചത്. എവിടെയെല്ലാം ധൂമം ഇരിക്കുമോ അവിടെയെല്ലാം വന്നി എന്നാണ് അർത്ഥം. ഇതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ മന്ത്രത്വം ഇരിക്കുമോ അവിടെ കർമ്മശേഷത്വം ഇരിക്കും. ഉദാഹരണം പറഞ്ഞതാണ്, ഇഷയത്വ എന്നുള്ള മന്ത്രത്തിൽ മന്ത്രത്വം ഇരിക്കുന്നുണ്ട്, അത് കർമ്മത്തിന്റെ ശേഷമാണ് താനും. ഇതേപോലെ അതായത് ദൃഷ്ടാന്തത്തിൽ എന്താണ്? എവിടെ ധൂമം ഇരിക്കുന്നുവോ അവിടെ വന്നി ഇരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? വ്യാപ്തി എന്ന് പറയും. എവിടെ ധൂമം ഇരിക്കുന്നുവോ അവിടെ വന്നി ഇരിക്കുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അന്വയ വ്യാപ്തി എന്നാ പറയാ. ഇതിൽ വ്യാപ്യമാണ് ഹേതു, വ്യാപകമാണ് സാധ്യം. വ്യാപകം സാധ്യവും വ്യാപ്യം ഹേതുവായിരിക്കും. അപ്പം വ്യാപ്യമായിരിക്കുന്ന ഹേതുവിനെ വെച്ചിട്ട് ആ ഹേതുവിന്റെ വ്യാപകനായിരിക്കുന്ന സാധ്യത്തെ സിദ്ധിക്കാനാണ് ഈ അനുമാന പ്രയോഗം നടത്തിയത്. ഇവിടെ വ്യാപ്യത്തിൽ നിന്ന് വ്യാപകനെ സിദ്ധിക്കുക. അതെന്തുകൊണ്ടാ? എവിടെ വ്യാപ്യം ഇരിക്കുമോ അവിടെ വ്യാപകൻ ഇരിക്കും. ഇനി തല തിരിച്ചിട്ട് കഴിഞ്ഞാല് വ്യതിരേക വ്യാപ്തി നോക്കുമ്പോൾ എവിടെ വന്യ ഇരിക്കില്ലയോ അവിടെ ധൂമവും ഇരിക്കത്തില്ല. എത്ര വന്യഭാവ തത്ര ധൂമാഭാവ. എവിടെയാണോ വന്യ ഇരിക്കാത്തത് അവിടെ ധൂമം ഇരിക്കത്തില്ല. കാരണം ധൂമം എന്നുള്ളത് വന്യയുടെ കാര്യമാണ്. ആയതുകൊണ്ട് വന്യ ഇരുന്നെങ്കിൽ മാത്രമേ ധൂമത്തിന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് സംഭവം ശരി. പക്ഷെ നമ്മളുടെ അനുമാന പ്രയോഗ സ്ഥലത്ത് എവിടെ വ്യാപ്യം ഇരിക്കുമോ അവിടെ വ്യാപകം ഇരിക്കും, എവിടെ വ്യാപകം ഇരിക്കില്ലയോ അവിടെ വ്യാപ്യം ഇരിക്കത്തില്ല. പക്ഷെ എവിടെ വ്യാപ്യം ഇരിക്കില്ലയോ ധൂമം ഇരിക്കില്ലയോ അവിടെ വന്യ ഇരിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വ്യാപ്യം ഇല്ലെങ്കിലും വ്യാപകത്തിനിരിക്കാം, ധൂമമില്ലെങ്കിലും വന്യക്ക് ഇരിക്കാം. പക്ഷെ വ്യാപകനില്ലെങ്കിൽ വ്യാപ്യത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. വ്യാപ്തി എവിടെയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ വ്യാപ്യം എന്ന് പറയുന്നത്. വന്യ നിരൂപിത വ്യാപ്തി ധൂമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ധൂമമാണ് വ്യാപ്യം. അതിന്റെ വ്യാപകനാണ് വന്നി. വ്യാപ്യം ഇരിക്കുകയാണെങ്കിൽ വ്യാപകൻ ഇരിക്കും, വ്യാപകൻ ഇല്ലെങ്കിൽ വ്യാപ്യം ഇരിക്കത്തില്ല. പക്ഷേ
വ്യാപ്യമില്ലെങ്കിൽ വ്യാപകനില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ധൂമം ഇല്ലാത്ത സ്ഥലത്ത് വന്യക്കിരിക്കാം. പക്ഷെ വന്യ ഇല്ലാത്ത സ്ഥലത്ത് എന്തിരിക്കത്തില്ല? ധൂമം ഇരിക്കത്തില്ല. ഇത്ര മനസ്സിലായല്ലോ? ഇത് ഇന്ന് അവസാനം അല്ലെങ്കിൽ നാളത്തേക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്നേ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി നിങ്ങൾ എവിടം വരുത്തി? കർമ്മസ്, ഈശാവാസ്യം അല്ലെ, ഭാഷ്യം തുടങ്ങിയുള്ളൂ പാതി, ആ സെന്റൻസിന്റെ പാതി വരെ എത്തി. ഈശാവാസ്യം ഇത്യാദിയോ മന്ത്രാഹ, ഈശാവാസ്യം മുതലായ മന്ത്രങ്ങൾ കർമ്മസു അവനിയുക്താസ്, കർമ്മസ് അവനിയുക്താസ്, കർമ്മങ്ങളിൽ. കർമ്മ ശബ്ദത്തിന്റെ കർമ്മം എന്നല്ല കേട്ടോ, മലയാളികൾ കർമ്മം എന്നാ പറയാ. ഇത് നപുംസകലിംഗത്തിൽ കർമ്മ എന്ന് വരത്തുള്ളൂ. കർമ്മ കർമ്മണി കർമാണി എന്ന രൂപം പോവുക. ഇതിന്റെ സപ്തമി ബഹുവചനമാണ് കർമ്മസു. കർമ്മങ്ങളിൽ അഭിനിയുക്താഹ, വിനിയോഗം നേരിടുന്നവയല്ല. എന്തുകൊണ്ടാണ് ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങള് കർമ്മത്തില് വിനിയുക്തങ്ങളല്ലാതെ പോകുന്നത്? ഉത്തരം പറ. വിനിയോഗ വിധി അവിടെ കാണുന്നില്ല. വിനിയോഗ വിധി കാണുന്നില്ല. വിനിയോഗ വിധി അവിടെ പ്രമാണമായിട്ട് കാണുന്നില്ല. വിനിയോഗ വിധി എങ്ങനെയാണ് ശരിക്ക്? വിനിയോഗ വിധിയുടെ അർത്ഥം എന്താ? എന്തിനാണ് വിനിയോഗ വിധി എന്ന് പറയുന്നത്? അതേപോലെ വിധി എപ്രകാരം? വിധി എത്ര വിധമുണ്ട്? അംഗ അങ്കി ബാധക അംഗ അങ്കി സംബന്ധ ബോധകോ വിധി വിനിയോഗ വിധി. അംഗവും അങ്കിയും തമ്മിലുള്ള സംബന്ധത്തെ ബോധിപ്പിക്കുന്ന വിധിയാണ് വിനിയോഗ വിധി. അംഗാനാം പ്രാശുഭാവ ബോധക വിധി പ്രയോഗ വിധി. പ്രാശുഭാവം എന്ന് പറയുന്ന ശീഘ്രത എന്നർത്ഥം. ഏതിനു ശേഷം ഏത് കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യ കർമ്മത്തിന് അംഗകർമ്മങ്ങൾ പലതുണ്ടാവും. ആ അംഗകർമ്മങ്ങളിൽ തന്നെ മുഖ്യ കർമ്മവുമായിട്ട് സംബന്ധിക്കുന്ന സമയത്ത് അംഗങ്ങളിൽ അനേകത്തില് കർമ്മം എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത് പ്രയോഗവിധിയാൽ. കർമ്മത്തിന്റെ സ്വരൂപത്തെ മാത്രം ബോധിപ്പിക്കുന്നതാണ് എന്ത്? ഉത്പത്തി വിധി. അഗ്നിഹോത്രം, ജുഹോതി ഇത്യാദികളായിരിക്കും ഉത്പത്തി വിധിയിൽ. അധികാര വിധി എന്താ? കർമ്മത്വഫല സ്വാമി സംബന്ധം. കർമ്മഫല സ്വാമിത്വ ബോധക വിധി. കർമ്മത്തിന്റെ യാതൊരു ഫലമുണ്ടോ ആ ഫലത്തിന്റെ സ്വാമി. സ്വാമി ആരാണ് ഇച്ഛിക്കുന്നത് അവനായിരിക്കും ആ കർമ്മഫലത്തിന്റെ ഭോക്ത. അവനെ ബോധിപ്പിക്കുന്ന വിധിയാണ് അധികാര വിധി. സ്വർഗകാമോ യജേത ദർശപൂർണമാസാഭ്യാം. അപ്പൊ സ്വർഗത്തിൽ കാമനയുള്ളവൻ എന്നും പറഞ്ഞിട്ട് അവിടെ അധികാരിയെ കാണിച്ചു. അപ്പൊ കാമിയാണ് അവിടുത്തെ കർത്ത. വേദത്തില് വിധിയുണ്ടെങ്കിലും അത് എല്ലാവർക്കും ചെയ്യേണ്ടിയിട്ടല്ല പറഞ്ഞത്. ആരാണോ കാമി അവന് വേണ്ടി മാത്രമാണ് കാമ്യകർമ്മങ്ങൾ പറഞ്ഞത്. അതല്ലാതെ കേവലം വിധി ഉള്ളത് കൊണ്ട് മാത്രം പ്രവർത്തിക്കത്തില്ല. നിങ്ങളുടെ പൂർവമീമാംസയിലെ മുഖ്യ രണ്ട് ആചാര്യന്മാരാണ് കുമാരില ഭട്ടും പ്രഭാകരനും. ആ പ്രഭാകര മതത്തിനനുസരിച്ച് ശബ്ദങ്ങൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവര് വിധി എന്ന് പറയുന്നതിന് നിയോഗം എന്ന് പറയും. ആ നിയോഗം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി ആലോചിക്കുന്നു വേണ്ട, നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റൂ എന്നാണ് സിദ്ധാന്തം. ഇതിനൊക്കെയാണ് പൂർവപക്ഷിയുടെ ഈ അഭിപ്രായത്തെയൊക്കെയാണ് സിദ്ധാന്തി ഖണ്ഡനം നടത്തുക. അല്ല, കാമനയാണ് കർമ്മത്തിന് കാരണം. ഇവിടെയും നമ്മൾക്ക് ആവശ്യമുണ്ട്. ജ്ഞാനിക്ക് കാമനയില്ല എന്നുള്ളത് കൊണ്ട് കർമ്മം വരത്തില്ല. അതായത് ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായതോടുകൂടി അജ്ഞാനം നഷ്ടപ്പെട്ടു. അജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ട് അജ്ഞാനജന്യമായിരിക്കുന്ന കാമന നഷ്ടപ്പെട്ടു. കാമന ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി കർമ്മം ചെയ്യത്തില്ല. ഒന്ന് അല്ലെങ്കിൽ എന്ത് പറയാം? കർത്തൃത്വമാണ് കർമ്മത്തിന് കാരണം. കർത്തൃത്വം പ്രതി കാരണമാണ് അജ്ഞാനം. അജ്ഞാനമില്ലെങ്കിൽ അജ്ഞാനജന്യമായിരിക്കുന്ന കർത്തൃത്വമില്ല. ഈ അജ്ഞാനത്തിന്റെ അധ്യാസമാണ് നടക്കുന്നത്, കർത്തൃത്വത്തിന്റെ അധ്യാസമാണ് നടക്കുന്നത്. ഞാൻ കർത്താവാണ്. ഞാൻ ആരാണ്? നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാ. അവിടെ കർത്തൃത്വം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ജീവൻ, അഹം കർത്ത എന്ന് അഭിമാനിക്കുന്നില്ലേ? ഉണ്ട്. ഇതെന്തുകൊണ്ടാ? അജ്ഞാനം കൊണ്ട്. അപ്പൊ അജ്ഞാനത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കർത്തൃത്വമുണ്ട്. വാസ്തവത്തിൽ ഈ കർത്തൃത്വം അന്ധക്കരണത്തിലാണ് ഇരിക്കുന്നത്. അന്ധക്കരണവും ചേതനവും തമ്മിലുള്ള താദാത്മ്യ അധ്യാസം ഉള്ളത് കൊണ്ട് അന്ധക്കരണത്തിലെ കർത്തൃത്വങ്ങളെ ചേതനയിലേക്ക് അധ്യസിച്ചിട്ട് ഞാൻ കർത്ത എന്ന് അഭിമാനിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു ഇരുമ്പ് ഗോളകത്തി എടുത്തിട്ട് നമ്മൾ തീയിലേക്ക് ഇട്ടാല് കുറച്ചു നേരം കഴിഞ്ഞാല് എന്ത് പറ്റും? ആ ഇരുമ്പ് ഗോളവും തീ പോലെ ചുമന്നിരിക്കും, തൊട്ടാ പൊള്ളുകയും ചെയ്യും. അപ്പൊ ആരെങ്കിലും അടുത്തേക്ക് പോയ പറയും, നമ്മൾ എന്ത് പറയും? അയോ ദഹതി. അയസ് എന്ന് പറയും ഇരുമ്പ് എന്നർത്ഥം. ഇരുമ്പ് ദഹിപ്പിക്കൂട്ടോ എന്ന് പറയും. വാസ്തവത്തിൽ ഇരുമ്പിന് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല.
ആ ദഹിപ്പിക്കാനുള്ള ദാഹകത്വം എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? അഗ്നിയുടെ ധർമ്മമാണ്. ഈ അഗ്നിയുടെ ധർമ്മം എന്തുകൊണ്ടാണ് അയോഗോളകത്തിലേക്ക് നിങ്ങൾ അധ്യസിച്ചിട്ട് അയോദഹതി എന്ന് ശബ്ദപ്രയോഗം നടത്തിയത്? ഈ ഇരുമ്പ് പൊള്ളിക്കൂട്ടോ എന്ന് പറയാൻ കാരണം എന്താ? ഇതിനാണ് ധാർമ്മികരുടെ പരസ്പര അധ്യാസം നേരിട്ടതിനാൽ ധർമ്മങ്ങളുടെ പരസ്പര അധ്യാസം നേരിട്ടു എന്നുള്ളത്. അതായത് രണ്ട് ധർമ്മികൾ, രണ്ട് ധർമ്മി, ഒരു ധർമ്മിയാണ് അയോഗോളകം, മറ്റൊരു ധർമ്മിയാണ് അഗ്നി. അഗ്നിയുടെ ധർമ്മമാണ് ദാഹകത്വം. അയോഗോളകത്തിനെ എന്തായിട്ടാ കാണുന്നത്? വർത്തുളാകാരത്തിലാ കാണുന്നത്, റൗണ്ട് ആയിട്ട്. അപ്പം വർത്തുളത്വം എന്നുള്ളത് അയോഗോളകത്തിന്റെ ആകാരവും, അപ്പൊ അയോഗോളകത്തിന്റെ ധർമ്മമാണ് വർത്തുളത്വം. അഗ്നിയിലാണ് ദാഹകത്വം ഇരിക്കുന്നത്. കാരണം ദാഹം എന്ന് പറഞ്ഞാൽ പൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദാഹകത്വം എന്നുള്ള ധർമ്മം വന്യയുടെ ധർമ്മമാണ്. ഈ വന്യയും അയോഗോളവും തമ്മിൽ താദാത്മ്യ അധ്യാസം നടന്നതുകൊണ്ട് നമ്മൾക്കിനി എന്ത് പറയാം? അയോദഹതി എന്ന് പറയാം. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഈ ധർമ്മികൾ തമ്മിലുള്ള ധർമ്മം ഇരുന്നാൽ അതിനെ പറയും ധർമ്മി. ഇവിടെ രണ്ട് ധർമ്മികളുണ്ട്, ഒന്ന് അയോഗോളകം, ഒന്ന് വന്നി. ഈ ധർമ്മികൾ തമ്മിലുള്ള പരസ്പര അധ്യാസം നടന്നതിനാൽ അയോഗോളകത്തിന്റെ ധർമ്മമായിരിക്കുന്ന വർത്തുളത്വം അഗ്നിയിലേക്കും, കാരണം എങ്ങനെ കാണാം? വർത്തുളാഗ്നി എന്ന് നമുക്ക് പ്രയോഗം നടത്താം. ഓക്കെ, റൗണ്ട് ആയിട്ട് ഇരിക്കുന്ന അഗ്നി പ്രയോഗം നടത്താം. വാസ്തവത്തിൽ അഗ്നിക്ക് അങ്ങനത്തെ ഒരു റൗണ്ട്നെസ് ഇല്ല. അത് ആരുടേതാ? അയോഗോളകത്തിന്റെ. അപ്പൊ അയോഗോളകത്തിന്റെ വർത്തുളത്വത്തെ അഗ്നിയിലേക്കും അഗ്നിയിലെ ദാഹകത്വത്തെ അയോഗോളകത്തിലേക്കും പരസ്പരം അധ്യാസം നടത്തുകയാണ്. അതെന്തുകൊണ്ടാ? ധർമ്മിയുടെ പരസ്പര അധ്യാസം നടന്നതുകൊണ്ട് അവയിലെ ധർമ്മങ്ങളുടെ പരസ്പര അധ്യാസം നടന്നിരിക്കുകയാണ്. ഈ അധ്യാസം ദൃഷ്ടാന്തം മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ അന്ധക്കരണത്തിന് ചേതനായിരിക്കുന്ന പരമാത്മാവുമായിട്ടുള്ള താതാത്മ്യ അധ്യാസം കൊണ്ട് അന്ധക്കരണത്തിലെ കർത്തൃത്വ ഭോക്തൃത്വാദികൾ ചേതനിലേക്ക് അധ്യസിച്ചും കൊണ്ട് ഞാൻ കർത്ത, ഞാൻ ഭോക്ത എന്ന് നമ്മൾ അഭിമാനിക്കുകയാണ്. ഈ ഒരു അഭിമാനത്തിന്റെ നിവൃത്തി വരണമെങ്കിൽ എന്ത് വേണം? രണ്ടും തമ്മിലുള്ള, അതായത് ധർമ്മികൾ തമ്മിലുള്ള താതാത്മ്യ അധ്യാസം നഷ്ടപ്പെടണം, അല്ലേ? എപ്പോഴേ സംഭവിക്കത്തുള്ളൂ? അധിഷ്ഠാന ജ്ഞാനം കൊണ്ട്. പക്ഷെ ഇവിടെ ഇനിയും കുറെ പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണെന്നാല് ഇവിടെ അധ്യാസം മാറിയാലും അനുവൃത്തി മാറത്തില്ല എന്ന് 2 ദിവസം മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അന്ധക്കരണവും ചേതനവും തമ്മിലുള്ള അധ്യാസം നഷ്ടപ്പെട്ടാലും അവയുടെ ബാധിത അനുവൃത്തി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതിനാൽ ജ്ഞാനിയുടെ അന്ധക്കരണത്തിൽ ഒരു രൂപത്തെ, ഇപ്പം ഘടത്തെ നീലാകാരത്തിൽ കാണുകയാണെങ്കിൽ ആ അന്ധക്കരണവുമായിട്ട് സംബന്ധിച്ചിരുന്ന ചേതനൻ ആ നീലഘടത്തെ കാണും, രക്തഘടത്തെ കാണും. ഇതൊക്കെ അങ്ങനെ തന്നെ നടക്കും. അതായത് ജ്ഞാനം ഉണ്ടായ ശേഷവും ജ്ഞാനിക്ക് ഈ ജഗത്തിനെ കാണുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ചിലർ പറയത്തില്ലേ, ഓ അതുപോലെ നല്ല മാറിപ്പോയി. മാറത്തേ ഇല്ല. ഇതെന്തുകൊണ്ടാ? ബാധിതാനുവൃത്തി സ്ഥലമാണിത്. ठीक അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറെ മുന്നോട്ടുള്ള കാര്യം പറയും, എന്നിട്ട് പുറകോട്ട് വന്ന് അന്വയം നടത്തും. അങ്ങനെ പോകത്തേ ഉള്ളൂ. കാരണം ഇതിലില്ലാത്ത കുറെ സാധനം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നിങ്ങളെ വിഷയത്തെ സംബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പങ്ക്തിയിലേക്ക് ടീക്ക നോക്കിയോ. ഭാഷ ഇതുവരെ കഴിഞ്ഞതാണല്ലോ. ഇഷേത്വേദി ശാഖാൻ ചിനത്തി ഇത്യാദിവത് വിനിയോജക പ്രമാണാദർശനാത് പ്രകരണാന്തരത്വാച്ചേത്യർത്ഥഃ. ഇഷേത്വ, ഇത് നിങ്ങളുടെ യാഗങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂർവമീമാംസാ സിദ്ധാന്തത്തിനെ അവലംബിച്ചും കൊണ്ടാണ് ഉത്തരമീമാംസയുടെ ഗതി. ഇതിൽ പറയും വ്യവഹാര ഭാട്ടന എന്ന് പറയും. പറഞ്ഞല്ലോ നമ്മൾ പൂർവമീമാംസയിൽ തന്നെ ആചാര്യന്മാരിൽ മുന്നോട്ട് വരുന്ന, അതായത് ജൈമിനീയ സൂത്രം കഴിഞ്ഞു, അവിടെ ശബരസ്വാമിയുടെ ഭാഷത്തെ ശാബര ഭാഷ എന്ന് പറയും. അവിടെ പിന്നെ എന്തുണ്ട്, കുമാരില ഭട്ടിന്റെ വാർത്തി കൊണ്ടവിടെ. പിന്നെ എന്താണ്, അടുത്ത ആചാര്യനാണ് നിങ്ങളുടെ പ്രഭാകരൻ. അപ്പൊ മതം പറയുന്ന സമയത്ത് ഭാട്ടമതം, പ്രാഭാകര മതം എന്നാ പറയാ. ഇവിടെ അപ്പം കർമ്മത്തെ കുറിച്ച് നോക്കിയാൽ കർമ്മത്തെ നമുക്ക് 3 ആക്കിയിട്ട് മാറ്റാം. വൈദിക കർമ്മത്തെ ഇഷ്ടി എന്ന് ഉദ്ദേശിച്ചത്
ഘൃതാദികൾ കൊണ്ട് ചെയ്യുന്ന കർമ്മം ഏതാണോ അവിടെയാണ് നമ്മൾ അതിനെയാണ് ഇഷ്ടി എന്ന് പറയുന്നത്. ഈ സകല ഇഷ്ടിയുടെയും പ്രകൃതിയാണ് ദർശപൂർണമാസയാഗം. അതെന്തിനാ എങ്ങനെ? അതായത് പ്രകൃതി വികൃതി ഭാവത്തില് നമ്മൾക്ക് കർമ്മങ്ങളെ രണ്ടാക്കാം. പ്രകൃതി എന്ന് പറഞ്ഞാല് സമസ്ത അംഗങ്ങളെയും ഏത് പ്രസംഗത്തിലാണോ എവിടെയാണോ നിരൂപണം നടത്തിയത് അതാണ് പ്രകൃതി. സമസ്ത അംഗങ്ങളെയും നിരൂപണം നടത്തിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ വികൃതി എന്ന് പറയും. ഇപ്പൊ വികൃതിയാകാം. വികൃതി പ്രകൃതി സ്ഥലങ്ങളെ നോക്കിക്കഴിഞ്ഞാല് സമസ്ത അംഗങ്ങളെയും പറഞ്ഞാൽ എന്തായി? പ്രകൃതിയായി. സമസ്ത അംഗങ്ങളെയും പറഞ്ഞില്ലെങ്കിലോ വികൃതിയായി. അന്നപ്പോൾ കൂടുതൽ കർമ്മം ചെയ്യേണ്ടത് എവിടെയാ വരിക? പ്രകൃതിയിലാണോ വികൃതിയിലാണോ? വികൃതിയില്. പ്രകൃതിയിൽ എന്നാണ് നമുക്ക് തോന്നുക. കാരണം സമസ്ത അംഗങ്ങളും പറഞ്ഞ സ്ഥിതിക്ക്. അതെ. പക്ഷേ വേറൊരു ന്യായം എന്താന്ന് പറഞ്ഞാല് പ്രകൃതിവത് വികൃതി കർത്തവ്യ എന്ന് പറയും. പ്രകൃതിയിൽ എപ്രകാരം കർമ്മം നടന്നിട്ടുണ്ടോ ഇതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും വികൃതിയാക സ്ഥലത്തും നടത്തണം. അന്നപ്പോൾ പ്രകൃതിക്കും വികൃതിക്കും എത്ര കർമ്മം സമാന കർമ്മയില്ലേ? സമാനമായി. എന്നാൽ ചില വികൃതി കർമ്മസ്ഥലത്ത് പ്രകൃതിയിൽ കാണാത്ത അംഗകർമ്മം കയറി വരുന്നുണ്ട്. അന്നപ്പോൾ ശരിക്കും ആർക്കാ കർമ്മം കൂടുതൽ? വികൃതിക്ക്. വികൃതിക്ക്. അന്ന പ്രകൃതിക്കല്ല വികൃതിക്കായി. വികൃതിയിൽ ചില വികൃതി ശാഖസ്ഥലത്ത് എക്സ്ട്രാ കർമ്മം കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അതിനെയല്ലേ പ്രകൃതി എന്ന് കണക്കാക്കേണ്ടത്? അതല്ല. അതായത് ഈ സ്ഥലത്ത് ഒട്ടുമിക്ക അംഗവും പറഞ്ഞിട്ടില്ല, എന്നിട്ടും അത് സംബന്ധിയായിട്ട് മാത്രം ചില കർമ്മങ്ങൾ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വികൃതിയിൽ ചില വികൃതികളിൽ കർമ്മം അധികമാകും എന്ന് പറയാൻ കാരണം. ഇത് നമ്മുടെ ഡീറ്റെയിൽ ഇല്ല, നിങ്ങൾക്ക് കുറെ ഇനി വേറെ ഗ്രന്ഥം പഠിക്കുന്നവർ മനസ്സിലാവും. അന്നപ്പോൾ ഈ സകല ഇഷ്ടിയുടെയും പ്രകൃതിയാണെന്ത്? ദർശപൂർണമാസയാഗം. പിന്നെയുള്ള കർമ്മമാണ് സോമയാഗം. സകല സോമയാഗം തന്നെ പല വിധത്തിലുണ്ട്. ആ സോമയാഗങ്ങളുടെയൊക്കെ പ്രകൃതിയാണ് ജ്യോതിഷ്ഠോമ സോമയാഗം. അതായത് സോമത്തെ ഉപയോഗിച്ച് നടത്തുന്ന യാഗമായതുകൊണ്ടാണ് സോമയാഗം എന്ന് പറയുന്നത്. അപ്പൊ സോമയാഗത്തിന്റെ പ്രകൃതിയാണ് ജ്യോതിഷ്ഠോമ സോമയാഗം. പിന്നെയുള്ള കർമ്മം എന്നുള്ളത് പശുയാഗമാണ്. സകല പശുയാഗത്തിന്റെയും പ്രകൃതിയാണ് അഗ്നിഷ്ടോമീയം. അഗ്നിഷ്ടോമീയെ പശു മാലഭേദ. പശു എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഗോ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ജാൻവർ മൃഗം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ ഇത് ഈ കാര്യമായിട്ട് സംബന്ധിച്ചിട്ട് ചർച്ച നടന്നാല് ചാകമൃഗം ആണ് ഇവിടത്തെ ഗോ എന്ന് ഉദ്ദേശിച്ചെന്ന് പറയും. ചാകമൃഗം എന്ന് പറയാം കോലാട് എന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ളത് കോലാടല്ല, അത് നാട്ടാട് എന്ന് പറയും. കോലാട് വേറെ തന്നെ. ഇനി ഗോവിന്റെ ഹവനം നടന്നിട്ടില്ല എന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇത്രയും പറയുന്നുള്ളൂ. കാരണം ഇതെന്താ ഔട്ടറിൽ പോവാണേ. ഒരു സ്മൃതിയുണ്ട്, നാരദ സ്മൃതിയിലുള്ളതാണ്. അശ്വാലംബം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരേണ സുതോത്പത്തി കലവ് പഞ്ച വിവർജയത്. കലികാലത്ത് ഈ അഞ്ചും ചെയ്യാൻ പറ്റില്ല. അതിലൊന്നാണ് ഗവാലംബം. ആലപനം നടത്തുക എന്ന് പറയുന്നത് യാഗം ചെയ്യാന്ന്. അപ്പം ഗോവിന് ആലപനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കാരണം എന്താണ്, ചിലര് എന്താണ് മാംസം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട്. അത് രാമായണം എന്നല്ല, നിങ്ങൾക്ക് ശ്രുതി തന്നെ എടുത്തിട്ട് തരാം. പക്ഷെ ഇപ്പോൾ തരുന്നില്ല. നല്ല മീറ്റിന്റെ ബിരിയാണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഇല്ല, ഞങ്ങൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഹിന്ദുയിസത്തിലേക്ക് ഈ വെജ് യാഗം ചെയ്ത് മാംസം കഴിക്കണം എന്നൊരു വിധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മാംസം ഉണ്ട്. അതായത് നല്ല 4 ചതുർവേദിയായിരിക്കുന്ന പുരുഷനെ, അതായത് കുഞ്ഞ് ചതുർവേദി ആണെങ്കിൽ അമ്മ 1 വർഷം, അതായത് പ്രജനനത്തിന് പ്രായമായിരിക്കുന്ന ആൺ പശു എന്ന് പറഞ്ഞാൽ മുരിക്കുട്ടൻ, അല്ലെങ്കിൽ അതിനേക്കാൾ കാള, ആ ഇറച്ചി ഇതില് അരി വേവിച്ച് അതിൽ ഘൃതം ഒഴിച്ച് കഴിക്കണം എന്നൊക്കെ വിധിയുണ്ട്. ഇതൊന്നും അറിയാതാണ് ഇല്ല ഞങ്ങൾ അങ്ങനെയല്ല. ഇതെന്തൊക്കെ നിങ്ങളൊരു ചരിത്ര പശ്ചാത്തലം കൂടി പഠിക്കണേ. അതല്ലാതെ എന്തെങ്കിലും കേട്ട് ഏതെങ്കിലും ബുക്ക് പിടിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിലേക്ക് പല മതങ്ങളും സന്നിവേശം നടത്തുന്നുണ്ട് ഓരോരോ കാലഘട്ടത്തില്. ഇപ്പം ജൈനന്മാരുടെ പ്രഭാവമാണ് ഹിന്ദുയിസത്തിലേക്ക് വെജ് കയറി വരാൻ കാരണം. നിങ്ങൾ നേപ്പാളിൽ പോയാൽ സകല ബ്രാഹ്മണരും കഴിക്കുന്നത്
എന്താണെന്ന് അവിടെ പോയി നോക്കിക്കൂടാ. ടീക്കെ എല്ലാം കഴിക്കും. പിന്നെ അല്ലാതെ ഇനി ഇവിടെ ശാക്തേയരുണ്ടായിരുന്നു, വൈഷ്ണവൈറ്റ്സ് ഉണ്ട്, ഭക്ഷണമുണ്ട്. അവരുടെ സിദ്ധാന്തവും വേറെ വഴിക്ക് പോകും, അവരും കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കുടക്കീഴിൽ ജീവിച്ചവരല്ല, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ടീക്കെ അനുഷ്ഠാനത്തിന് അതിൻ്റെതായ മുറകളും ഉണ്ടായിരുന്നു, എങ്ങനെ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് ഇന്നും നമ്മൾക്ക് ഇല്ല ഞങ്ങൾ ഇങ്ങനെ നടക്കത്തുള്ളൂ, ഞങ്ങളെ പാർട്ടി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം തുടക്കത്തിലേ ഇങ്ങനെയാണ്, ഇതിനെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ആരും വന്നിട്ട് കയറിയിട്ടും കാര്യമൊന്നുമില്ല. ടീക്കെ വിദേശികൾ ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങിയിട്ടില്ല, എന്നിട്ടല്ലേ സ്വദേശികൾ. ഏറ്റവും കൂടുതൽ പ്രശ്നം വിദേശികളെ കൊണ്ടല്ല, സ്വദേശികളെ കൊണ്ടാ. ടീക്കെ അന്യമതസ്ഥരാണോ നിങ്ങൾ ഈ വേദാന്തത്തെ ഇപ്പരുവത്തിലാക്കി കളയുന്നത്? അല്ല, അല്ല നിങ്ങൾ അല്ല ഗുരുക്കന്മാര് തന്നെയാണ്, നിങ്ങളെ നമ്മളെ ഗുരുക്കന്മാർ. ഗുരുക്കന്മാരാണ് ഉറപ്പായിട്ടും. എന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നോ. അപ്പൊ ഇത് 3 വിധമാക്കി നമ്മൾ. എങ്ങനെ? ഇഷ്ടി, പശുയാഗം, സോമയാഗം. സമയം. ഇനി ഈ ഇഷേത്വ എന്നുള്ള സ്ഥലത്ത് ഈ ഭാഗം കാണുന്നത് മന്ത്രഭാഗത്താ. ഒന്നിച്ചാണ് ഇഷേത്വ ഊർജേത്വ എന്ന് പറഞ്ഞാൽ പോണത്. അപ്പൊ ഇഷേത്വ എന്നുള്ള ഈ മന്ത്രത്തെ എവിടെ പ്രയോഗിക്കും എന്നൊരു വിഷയമുണ്ട്. അപ്പൊ ഇതിന്റെ ബ്രാഹ്മണ ഭാഗത്താണ് കാണുന്നത് ഇഷേത്വേതി ശാഖാം ചിനത്നി എന്ന്. അപ്പോൾ ഈ ഒരു മന്ത്രഭാഗത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ബ്രാഹ്മണ ഭാഗത്തെ ഉപയോഗിച്ചിട്ട് മന്ത്രഭാഗത്ത് കണ്ട ആ ഇഷേത്വ എന്നുള്ള മന്ത്രത്തെ എവിടെ ഉപയോഗിക്കണം? പലാശ ശാഖാഛേദന സ്ഥലത്ത് ഉപയോഗിക്കണം. അതായത് ഇഷ്ടി നടത്തുന്ന സ്ഥലത്ത് പുരോടാശത്തിന് നിർമ്മിക്കണം. പുരോടാശം എന്ന് ഉദ്ദേശിച്ചത് വ്രീഹി, നെല്ല് ഉമികളഞ്ഞ് അതിനെ പൊടിച്ചെടുത്ത് അതില് പശുവും പാല് ചേർത്ത് കുഴച്ച് കുഴക്കട്ട പോലെ പുഴുങ്ങി എടുക്കുന്നതാണത്. കൂർമാകാരത്തിൽ എന്ന്. അപ്പോ അവിടെ എന്ത് വേണം? പശുവിന്റെ പാല് വേണം. പശുവിന്റെ പാലിന് വേണ്ടിയിട്ട് പശുവിനെ കറക്കാനും നിയമങ്ങളുണ്ട്. ആ പശുവിനെ കറക്കാൻ കിടാവിനെ വിട്ടിട്ട് കിടാവിനെ പിന്നെ പിടിച്ചു മാറ്റണ്ടേ? പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഒരു വടി കൊണ്ടാണ് ആ കിടാവിനെ, കുഞ്ഞിനെ മാറ്റുന്നത്. ആ വടി പലാശ ശാഖ അതെങ്ങനെ കിട്ടി? അത് വെട്ടിക്കൊണ്ടുവരണം. ഇതിനായിട്ട് തന്നെ പോയി വെട്ടണം. ആ വെട്ടുന്ന സമയത്ത്, ആ പലാശ ശാഖ ഛേദനം നടത്തുന്ന സമയത്ത് ചൊല്ലാനുള്ള മന്ത്രമാണെന്ത്? ഇഷേത്വേതി ശാഖാം ചിനത്നി. ടീക്കെ ഇഷേത്വ എന്നുള്ളത് മാത്രമാണ് മന്ത്രം. ഇതിനെ ഉപയോഗിക്കേണ്ടത് ശാഖാഛേദന സ്ഥലത്താണ്. അതെവിടുന്ന് മനസ്സിലായി? ഇനി മുന്നോട്ട് വരുന്ന ഒരു വാക്യമുണ്ട്, ഇഷേത്വേതി ശാഖാം ചിനത്നി എന്നുള്ള ബ്രാഹ്മണ ഭാഗത്തിലെ വാക്യം. വാക്യം എന്താണ്? സമഭിവ്യാഹാരോ വാക്യം, സമീപ ഉച്ചരിതമായിരിക്കുന്ന പദത്തിൽ നിന്ന് അർത്ഥം എടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വാക്യപ്രമാണം എന്ന് പറയുന്നത്. ശ്രുതി, നിങ്ങളുടെ ഹിന്ദി ടെക്സ്റ്റ് ഉള്ള ആൾക്കാര്, അതായത് കൈലാസത്തിന്റെ ടെക്സ്റ്റ് ഉള്ള ആൾക്കാര് 2-ാം പേജില് ഹിന്ദി ടെക്സ്റ്റിന്റെ താഴേന്ന് 4-ാമത്തെ പങ്ക്തി ഒന്ന് പിടിച്ചേ. ചേ പ്രമാൺ, അതിനുശേഷം കാണും ശ്രുതി ലിംഗ വാക്യ പ്രകരണ സ്ഥാന സമാഖ്യാനാം സമവായി പാരദൗർബല്യം അർത്ഥവിപ്രകർഷാത്. ജൈമിനി സൂത്രം 3:14. 3-ാം അധ്യായം 3-ാം പാദത്തിലെ 14-ാമത്തെ സൂത്രം. ഓരോന്നോരോന്നായിട്ട് നോക്കിയോ. ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ. ഇത്രയാണ്. ബാക്കി അവിടെ നിൽക്കട്ടെ. ഇത്രയും മനസ്സിലാക്കി. ഈ 6 നിങ്ങളുടെ വിനിയോജക വിധിയുടെ സഹകാരി പ്രമാണങ്ങളായിരുന്നു. ഈ 6 ഉപയോഗിച്ചിട്ടാണ് വിനിയോഗ വിധി മന്ത്രങ്ങളുടെ അംഗിഭാവത്തെ ബോധിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി എന്താ വേണ്ടത്? സമവായ പാരദൗർബല്യം. സമവായം എന്നുള്ളത് നൈയായികനെ സംബന്ധിച്ച് 5 സ്ഥലത്ത് വരുന്ന സംബന്ധമാണ് ഈ സമവായം. ദ്രവ്യം ദ്രവ്യവുമായിട്ടും എന്ന് പറഞ്ഞാൽ അവയവ ആവേദിയായിട്ടും, ഗുണം ദ്രവ്യവുമായിട്ടും, കർമ്മം ദ്രവ്യവുമായിട്ടും, സാമാന്യം ദ്രവ്യഗുണ കർമ്മങ്ങളിലും വിശേഷം നിത്യദ്രവ്യങ്ങളിലും ഇരിക്കുന്ന സംബന്ധമാണ് സമവായം. പക്ഷെ അതല്ല ഇവിടെ ഉള്ളത്. ഇവിടെ സംബന്ധം എന്നുള്ള സാമാന്യ അർത്ഥത്തിലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് പൂർവ്വമീമാംസയിലെ പോലെ തന്നെ ഉത്തരമീമാംസയിലും സമവായം എന്നുള്ളതിന് സംബന്ധം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ നൈയായികൻ മാനിക്കുന്ന നിത്യസംബന്ധവും സമവായ എന്ന് മാനിക്കത്തില്ല. കാരണം നിത്യവസ്തു ബ്രഹ്മ സ്വരൂപം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇനി ഒന്നിനെയും ഞങ്ങൾ നിത്യമായിട്ട് മാനിക്കാൻ പോകുന്നില്ല. ഇനി എന്താണ്? സമവായെ ഒന്നിച്ചു വരുമ്പോൾ ഒരു കാര്യം സിദ്ധിക്കാനായിട്ട് ഈ 6 ഉണ്ടെങ്കിൽ പര പ്രമാണങ്ങൾ ദുർബലങ്ങളായി പോകും. എന്ന് പറഞ്ഞാല് ശ്രുതി കൊണ്ട് നിരപേക്ഷോരവഹ ശ്രുതി എന്ന് പറയും.
നിരപേക്ഷം എന്ന് പറഞ്ഞാല് ലിംഗവാക്യ പ്രകരണാദികളെ അപേക്ഷിക്കാതെ നേരിട്ട് കാര്യം സിദ്ധിക്കാൻ പറ്റുന്നത് കൊണ്ട് നിരപേക്ഷമാണ് ശ്രുതി. രവം എന്ന് പറഞ്ഞ ശബ്ദം, മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത ശബ്ദത്തെയാണ് ശ്രുതി എന്ന് പറയുന്നത്. ആ ശ്രുതിയും ലിംഗവും ഒരേപോലെ വന്നാൽ എന്ന് പറഞ്ഞ ലിംഗം എന്താണ്? ശബ്ദ സാമർത്ഥ്യ ലിംഗം എന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഭാഷത്തിൽ വരും. അപ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ ശ്രുതിയും ലിംഗവും വന്നാൽ ലിംഗപ്രമാണത്തെക്കാൾ ബലവാനാണ് അവിടുത്തെ ശ്രുതി പ്രമാണം എന്നുള്ളത് കൊണ്ട് ശ്രുതി പ്രമാണത്താൽ പറഞ്ഞ കാര്യം സിദ്ധിക്കപ്പെടും. ഇനി ലിംഗവും വാക്യവുമാണ് വന്നിരുന്നെങ്കിൽ അവിടെ വാക്യപ്രമാണത്തെയും ബാധിച്ചും കൊണ്ട് ലിംഗം പ്രബലമായി മാറും. ഇനി വേറെ സ്ഥലത്തൊക്കെ ഇനി നിങ്ങൾ കാണാം, ലിംഗവും വാക്യവും അല്ലെങ്കിൽ ശ്രുതിലിംഗ വാക്യവും വരുമ്പോൾ ശരിക്കും ലിംഗം സാധ്യ സിദ്ധിക്കണം. പക്ഷെ ആ പ്രകരണത്തിന് ശ്രുതിയുടെ സഹായം ഉണ്ടെങ്കിൽ പ്രകരണത്തിൽ പറഞ്ഞ കാര്യം സിദ്ധിക്കും. ഇങ്ങനെ കുറെ ചർച്ച നടക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഈ സൂത്രം ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ ഇഷേത്വേദി ശാഖാം ചിനത്മി എന്നുള്ള സ്ഥലത്ത് വാക്യം എന്നുള്ള വാക്യം എന്താണ്? സമഭിവ്യാഹാരോ വാക്യം, സമീപ ഉച്ചരിതത്വം വാക്യത്വം. ഈ വാക്യപ്രമാണത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇഷേത്വ എന്നുള്ള മന്ത്രം ശാഖാഛേദന സ്ഥലത്താണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ മൊത്തത്തിൽ വന്നാൽ ഇഷേത്വേദി ശാഖാം ചിനത്മി എന്ന് നമ്മൾ അന്വയിച്ചിട്ട് അർത്ഥം എടുക്കും. ഇതാണ് ഇനി പറയുന്നത്. ഇഷേത്വേദി ശാഖാം ചിനത്മി ഇത്യാദി വത്. ഇത് ശരിയാണ്. ഇഷേത്വ എന്നുള്ള സ്ഥലത്ത് നമുക്ക് വിനിയോജക പ്രമാണത്തിലൂടെ അംഗഭാവം സിദ്ധിക്കാൻ പറ്റും. അന്നപ്പോൾ ഈ മന്ത്രത്തിന് കർമ്മസംബന്ധം വരും. എവിടെ ഏത് കർമ്മമായിട്ട് സംബന്ധിപ്പിച്ചത്? ഇഷേത്വ എന്നുള്ള മന്ത്രത്തെ ഏത് കർമ്മമായിട്ട് സംബന്ധിപ്പിച്ചു? ശാഖാഛേദന സ്ഥലത്ത് സംബന്ധിപ്പിച്ചു. പലാശശാഖ ഛേദന സ്ഥലത്തേക്ക് ഉപയോഗിച്ചു. ഏത് കർമ്മമാണെന്ന് മനസ്സിലാക്കണ്ടേ? അല്ലാതെ എന്താണ് ഹവന സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്നതല്ല, പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും കർമ്മം. ഏത് മന്ത്രത്തെ? ഓക്കെ, പതേ ജുഹോതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പശുവിനെ, അതായത് സോമലത ഗ്രഹിക്കണമെങ്കിൽ ഏകാഹിന്യ പിംഗലാക്ഷ്യ ഗവ സോമം ക്രീണാദി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വർഷം പ്രായമായ പശുവിനെ കൊടുക്കണം. അത് പോകുന്ന വഴിയിലടക്കം ഹവനമുണ്ട്. വലിയ ഹവനമൊന്നല്ല, ചെറുങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പം സ്ഥലം മാറി മാറി പോകും. അപ്പം പറയാണ് ഇഷേത്വേദി ശാഖാം ചിനത്തി എന്നുള്ള സ്ഥലത്ത് ശരിയാണ്, അവിടെ അംഗഭാവം വിനിയോജക പ്രമാണത്താൽ സിദ്ധിക്കാം. എന്നപ്പോൾ പൂർവപക്ഷി കാണിച്ചിരിക്കുന്ന ഈ അനുമാനത്തിലെ ദൃഷ്ടാന്തം ശരിയാണ്. മനസ്സിലായോ? ടീക്കയിൽ വന്ന് ഈശവസമിത്യാദി മന്ത്രാഹ കർമ്മശേഷ മന്ത്രത്വ അവിശേഷ. അത് ദൃഷ്ടാന്തം എന്താ? ഇഷേത്വാദി മന്ത്രവത്. ഇപ്പൊ പർവ്വതോ വന്യമാൻ ധൂമാത്, ഈ അനുമാനത്തിന് പകരം ഹൃദോ വന്യമാൻ ധൂമാത് എന്ന് നടത്തിയിട്ട്, ഹൃദം എന്ന് പറഞ്ഞാല് ജലാശയമാണ്. ജലാശയത്തിൽ വന്യുണ്ട്, കാരണം ധൂമം ഇരിക്കുന്നതിനാൽ. അവിടെ സത്യത്തിൽ ധൂമമില്ല, വന്യയില്ല. പക്ഷെ ദൃഷ്ടാന്തം കൊടുത്തത് മഹാനസമാണെങ്കിൽ ആ മഹാനസത്തിൽ എന്ത് കാണാം? ധൂമവും കാണാം, വന്യയും കാണാം. വ്യാപ്തി നിങ്ങൾക്ക് സിദ്ധിക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് സാധ്യ സിദ്ധിക്കാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലെയാണ് ഇവിടെ കാണുന്ന ഇഷേത്വ എന്നുള്ള മന്ത്രത്തില് മന്ത്രത്വമുണ്ട്, കർമ്മശേഷത്വമുണ്ട്. മനസ്സിലായോ? എന്നപ്പോൾ ഇനി എന്ത് പറ്റും? നിങ്ങൾക്ക് ഈ അനുമാനത്തെ ഉടയ്ക്കാതെ സിദ്ധാന്തിക്ക് സ്വന്തം കാര്യം സിദ്ധിക്കാൻ പറ്റാതെ പോകും. മെല്ലെ മെല്ലെ വരും. അതായത് ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ ഒരു ഉപാധി കൂടി വരുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് പോലും അവിടെ എടുക്കുന്ന സ്ഥലത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഉപാധി എന്ന് പോലും നമുക്ക് മനസ്സിലാവാതെ പോകില്ലേ? അപ്പോൾ സമയമുണ്ടെങ്കിൽ ആ ഉപാധിയും കാണിച്ചു തരാം. അനുമാന സ്ഥലത്ത് ഉപാധി കൊടുത്തു കഴിഞ്ഞാൽ ഹേതുവിലെ വ്യാപ്തി തീർത്തു തരാൻ പറ്റും. നിങ്ങൾക്കല്ലട്ടെ, ഇപ്പൊ ഞാനിപ്പോൾ അദ്വൈതസിദ്ധിയിൽ ചോദിച്ചാലും അവിടെയൊക്കെ എത്രയോ അനുമാന സ്ഥലത്ത് ഉപാധി വരും. ഉപാധി വന്നു കഴിഞ്ഞാൽ വ്യാപ്തി ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഉപാധി. അത് ആ കുട്ടികൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ കേട്ടിരിക്കി, ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപകരിച്ചാലോ. ഇനി എന്ത് വേണം? ടീക്ക നോക്ക്. ഇഷേത്വാദി ശാഖാം ചിനത്തി ഇത്യാദി വാത്, അവിടെ ശരിയാണ്. പക്ഷെ അതുപോലെ വിനിയോജക പ്രമാണ ആദർശനാത്, എവിടെ? ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് വിനിയോജക പ്രമാണമില്ല.
ഇഷേത്വ ശാഖാഞ്ചിനത്നി എന്നുള്ള സ്ഥലത്ത് ഇഷേത്വ എന്ന് നിങ്ങൾ ദൃഷ്ടാന്തം കൊടുത്തത്, ഉദാഹരണത്തിന് പർവ്വതോ വന്യമാൻ ധൂമാത്, അതിന്റെ ദൃഷ്ടാന്തം എന്താ? മഹാനസം. മഹാനസം എന്ന് പറഞ്ഞാൽ അടുക്കള എന്നർത്ഥം. അടുക്കളയിൽ ധൂമമുണ്ട്, വന്യുണ്ട്. ഇതേപോലെ ഇവിടെയും ദൃഷ്ടാന്തമാണ് ഇഷേത്വ എന്നുള്ള മന്ത്രം. അവിടെ മന്ത്രത്വം ഇരിക്കുന്നുണ്ട്, അത് കർമ്മത്തിന് ശേഷമാണ് താനും. ആ കാര്യത്തിൽ വിരോധമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വ്യാപ്തി സിദ്ധിക്കൂല. വ്യാപ്തി സിദ്ധിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയാലൊന്നും പോരാ. പിന്നെന്ത് പറ്റി നോക്കിനി, വിനിയോജക പ്രമാണ ദർശന. അതൊന്ന് നേരിട്ട് കാരണം പറയാണ്. വിനിയോജക പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മശേഷത്വം കിട്ടത്തുള്ളൂ. അതായത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ പറയുന്ന വേദാന്ത വാക്യങ്ങൾ, ഇവിടെയുള്ളത് ഈശാവാസ്യം എന്നുള്ള വാക്യം, ഈ വാക്യത്തിന് കർമ്മമായിട്ട് സംബന്ധിക്കാനുള്ള പ്രമാണം നിലവിലില്ല. കർമ്മമായിട്ട് അംഗത്വം പറയണമെങ്കിൽ വിനിയോജക പ്രമാണ അംഗി ഭാവ ബോധക പ്രമാണത്തെയാണ് വിനിയോജക പ്രമാണം എന്ന് പറയുന്നത്, വിനിയോഗ വിധി. അങ്ങനെ ഒരു വിനിയോഗ വിധി കിട്ടാത്തത് കൊണ്ട് ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തെ നമ്മൾക്ക് കർമ്മമായിട്ട് അംഗമാക്കി എടുത്തിട്ട് അംഗി ഭാവത്തെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാരണം. രണ്ടാമത്തെ കാരണം പറയാണ് പ്രകരണാന്തരത്വച്ച. ഇത് കർമ്മപ്രകരണത്തിൽ വന്നതല്ല. ഉഭയാകാംക്ഷ പ്രകരണം എന്ന് പറയാം. പരസ്പര രണ്ട് കാര്യങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രകരണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാമ്യകർമ്മങ്ങൾക്ക്, അതായത് വൈദിക വാക്യങ്ങളിലൂടെ പറയപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങൾക്ക് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനെ പറയുന്ന ബ്രഹ്മവാക്യങ്ങളുമായിട്ട്, അതായത് വേദാന്ത വാക്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? പ്രകരണമില്ലാത്തത് കൊണ്ട്, സമാന പ്രകരണമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാല് പരസ്പരം ആകാംക്ഷ നിലനിർത്താത്തതിനാല്. രണ്ട് കാരണം പറഞ്ഞു. വിനിയോജക പ്രമാണ അഭാവാത് പ്രകരണാന്തരത്വച്ച. ഇനി നിങ്ങൾ ടിപ്പണിയിലുള്ളതാണ്, ഞാൻ അതിനെ എടുത്തിട്ടങ്ങ് പറഞ്ഞുതരാം, ആ രീതിയിൽ മനസ്സിലാക്കും. കാരണം ഇവിടെ ഒരു ഉപാധി വരുത്താൻ പോവാണ്. നമ്മളുടെ അനുമാനം എന്താ? ഈശാവാസ്യം ഇത്യാദി മന്ത്രാഹ കർമ്മശേഷ മന്ത്രത്വ വിശേഷ ഈശേത്വാദി മന്ത്രവ. ഇവിടെ വരെയാണ് അനുമാനവാക്യം. ഇതൊക്കെ നിങ്ങൾ ഇൻവേർട്ട് കോമയിൽ ആക്കി വെക്ക്. അനുമാനവാക്യം, വാക്യപ്രയോഗം. ഈ സാധ്യത്തെ ആദ്യം കാണാം. ഈ ഉപാധി എന്ന് പറഞ്ഞാല് സാധ്യത്തിന്റെ വ്യാപകനുമായിരിക്കണം, സാധനത്തിന്റെ അവ്യാപകനുമായിരിക്കണം. എന്ന് പറഞ്ഞാല് സാധനം എന്ന് പറഞ്ഞ എന്താണ്? ഹേതു. ഹേതുവിന്റെ വ്യാപകനാവാൻ പാടില്ല, സാധ്യത്തിന്റെ വ്യാപകൻ ആയിരിക്കുകയും ചെയ്യണം. ആര്? നിങ്ങൾ ആരെയാണോ ഉപാധിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഉപാധി കിട്ടിയാൽ എന്താ ഗുണം? നിങ്ങളുടെ ഹേതു ഉപാധിയോട് കൂടെ ഉള്ളവനായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികനായി. സ്വാഭാവികനായാലും എന്താ തകരാറ്? സ്വാഭാവികോ ഹേതു വ്യാപ്യത്വ സിദ്ധ എന്ന് പറഞ്ഞാൽ അവനിൽ വ്യാപ്തി കിട്ടത്തില്ല. ഇത്രയും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയോ? ഇതിനി എത്രയോ മുന്നോട്ട് പോകും, അതൊന്നും വേണ്ട. ഇവിടെ നമ്മൾക്ക് ഒരു ഉപാധി എടുത്തോ, വിനിയോജക പ്രമാണ ദർശനാത് അല്ലേ? വിനിയോജക പ്രമാണവത്വം. വിനിയോജക പ്രമാണവത്വത്തെ നിങ്ങൾ ടീക്കയുള്ള ആൾക്കാർ ടിപ്പണി, അതായത് നമ്മുടെ സെയിം പുസ്തകമാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പേജിന്റെ താഴേന്ന് രണ്ടാമത്തെ പങ്ക്തി അണ്ടർലൈൻ ചെയ്യും. വിനിയോജക പ്രമാണവത്വം കർമ്മപ്രകരണസ്തത്വം ച ഉപാധിദ്വയേന സ്വാഭാവികത്വം വ്യതിധേയം. ഇവിടെ രണ്ട് ഉപാധി കൊടുത്തിരിക്കുകയാണ്. ഒന്നെന്താ? വിനിയോജക പ്രമാണവത്വം. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം അന്വയം നടത്താം. സാധ്യം എന്താണ് ഇവിടുത്തെ? കർമ്മശേഷത്വം. ഈ കർമ്മശേഷത്വം എവിടെയുണ്ട്? പറ, ഉത്തരം പറ. കർമ്മശേഷത്വം എവിടെയുണ്ട് സുജീന്ദ്ര? വിഷയത്വാദി മന്ത്രങ്ങളിൽ വിഷയത്വാദി മന്ത്രത്തിൽ എന്തുണ്ട്? കർമ്മശേഷത്വം ഉണ്ട്. അതിന് അംഗാംഗിഭാവം ബോധിപ്പിക്കാനുള്ള വിനിയോജക പ്രമാണം ഉണ്ടോ? വിനിയോജക പ്രമാണം ഉള്ളതുകൊണ്ടല്ലേ അംഗാംഗിഭാവം കിട്ടിയത്. ठीक അപ്പൊ വിനിയോജക പ്രമാണം അവിടെ ഉണ്ട്. ഇപ്പൊ എന്ത് പറ്റി? എത്ര എത്ര കർമ്മശേഷത്വം തത്ര വിനിയോജക പ്രമാണവത്വം കിട്ടിയില്ലേ? എവിടെ എവിടെ കർമ്മശേഷത്വം ഇരിക്കുമോ അവിടെയെല്ലാം വിനിയോജക പ്രമാണം ഇരിക്കുന്നുണ്ട്. എവിടെ? വിഷയത്വ എന്നുള്ള മന്ത്രസ്ഥലത്ത്. അന്നപ്പോൾ നിങ്ങളുടെ വിനിയോജക പ്രമാണവത്വം എന്നുള്ള ഉപാധിയില് സാധ്യത്തിന്റെ വ്യാപകത കിട്ടി എന്ന് പറഞ്ഞാൽ എവിടെ സാധ്യം ഇരിക്കുമോ
അവിടെ ഉപാധിയെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉപാധിയിൽ സാധ്യത്തിന്റെ വ്യാപകത വന്നു. ഇനി എന്താ വേണ്ടത്? സാധനത്തിന്റെ അവ്യാപകത. ഇതെങ്ങനെ സിദ്ധിക്കും? ഹേതു ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഉപാധി ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഉപാധിയിൽ സാധനത്തിന്റെ അവ്യാപകത വരും. അത് നിങ്ങൾ എവിടെ നോക്കിയാൽ മതി? പക്ഷത്തെടുത്ത് നോക്കിയാൽ മതി. സാധ്യവ്യാപകത്വം സിദ്ധിക്കാൻ ദൃഷ്ടാന്തവും സാധന അവ്യാപകത്വം സിദ്ധിക്കാൻ പക്ഷവും എടുത്താൽ മതി. അല്ല, അവിടെ ഇങ്ങനെ നിയമമൊന്നുമില്ല. എന്നാലും ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് അന്വയിക്കാൻ പറ്റും. നിങ്ങളുടെ ഹേതു എന്താ? മന്ത്രത്വം. അവിടെ ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് മന്ത്രത്വം ഉണ്ടോ? ഉണ്ട്. അവിടെ വിനിയോജക പ്രമാണം ഉണ്ടോ? അംഗാംഗിഭാവം പറയാൻ ഇല്ല. അന്നപ്പോ എന്ത് പറ്റി? എത്ര മന്ത്രത്വം തത്ര വിനിയോജക പ്രമാണവത്വം എന്ന് കിട്ടാത്തത് കൊണ്ട് വിനിയോജക പ്രമാണവത്വത്തില് ഹേതുവിന്റെ വ്യാപകതയില്ല. വ്യാപകതയില്ലാത്ത എന്തുകൊണ്ട് പറ്റി? വ്യാപകതയുടെ അഭാവം. അതാണ് അവ്യാപകത്വം. ഇപ്രകാരം സാധ്യത്തിന്റെ വ്യാപകവും സാധനത്തിന്റെ അവ്യാപകവുമായതിനാൽ ഈ വിനിയോജക പ്രമാണവത്വം എന്നുള്ളത് ഉപാധിയായി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉപാധി ഏതൊരു ഹേതുവിനാണോ ഉള്ളത്, ഏതാ ഹേതു? മന്ത്രത്വം. ആ മന്ത്രത്വം എന്നുള്ള ഹേതു സ്വാഭാവികനായി കഴിഞ്ഞാലോ സ്വാഭാവികോ ഹേതു വ്യാപ്തിത്വ സിദ്ധ. ഇതെന്താന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ലെവല് ഇത്ര തന്നെ പാടാവും എന്നുള്ളത് കൊണ്ടാണ് നിർത്തുന്നത്. ഇനി പറഞ്ഞുതരാം ഇതിന്റെ ഗതി അങ്ങോട്ട് പോകുന്നുള്ളത്. ഉപാധി കിട്ടിക്കഴിഞ്ഞാൽ ഉപാധി അഭാവം കൊണ്ട് സാധ്യാഭാവം സിദ്ധിക്കാൻ പറ്റും. അതേ പക്ഷത്തില് ഉപാധിയുടെ അഭാവം പറഞ്ഞിട്ട് സാധ്യാഭാവത്തെ സിദ്ധിക്കുക എന്നുള്ളതാണ് ഉപാധിയുടെ ഫലം തന്നെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈശാവാസ്യം ഇത്യാദി മന്ത്രാഹ ന കർമ്മശേഷാഹ. എന്തുകൊണ്ടാ? ഉപാധിയുടെ അഭാവത്തെ ഹേതുവാക്കുക. വിനിയോജക പ്രമാണാഭാവ. ഈ സാധനത്തെയാണ് ഭാഷ്യകാരൻ ടീക്കാകാരൻ ഇവിടെ എഴുതി വെച്ചിരുന്നത് വിനിയോജക പ്രമാണാഭാവ. കിട്ടിയോ? ഇത്രയും വളച്ചു വിട്ടിട്ടാണ് ഒരു സാധനം സിദ്ധിക്കുക. ഇതാണ് ആ ലെവലില് പങ്ക്തി പോയി കഴിഞ്ഞാൽ. ഞാനിതൊരു സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. ഭയപ്പെടരുത്, ഓടരുത് ആരും. ടീക്കേ? എന്നോട് ചിലർ ചോദിക്കും വല്ല ആവശ്യമുണ്ടാ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പോയാലോ? പക്ഷെ ഇത് ഞാനാണോ? തുടക്കത്തിൽ അവർ എഴുതി വെച്ചത് എന്ത് ചെയ്യാനാ? ഇല്ലെങ്കിൽ ഇതൊക്കെ വെട്ടിക്കളയണം. ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോവാണ്. അടുത്ത ഞാൻ അന്വേഷിക്കുന്നില്ല കേട്ടോ. ഇത് പ്രകരണാന്തരത്വാച്ച എന്നുള്ളത് നാളെ പറയാം, ബോറടിക്കണ്ട. ഉപാധി സമാനമായിട്ട് സിദ്ധിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ സിദ്ധിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒക്കെ. ഇനി അടുത്ത ടീക്ക നോക്ക് എന്താ എഴുതിയത്? ശ്രൗത വിനിയോഗാഭാവേപി ബർഹിർ ദേവ സദനം ദാമി ഇത്യസ്യ ബർഹിലവന പ്രകാശന സാമർഥ്യാത് ബർഹിലവനെ യഥാ വിനിയോഗസ് തഥാ കർമ്മശേഷ ആത്മപ്രകാശന സാമർഥ്യേന കർമ്മസ്വേഷാം വിനിയോഗഃ ഇതി. ഇവിടം വരെ പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. ഇത്യപി ന ആശങ്കനീയമിതി. എന്നും നിങ്ങൾ ആശങ്ക ചെയ്യേണ്ടതില്ല എന്നാര് പറയും? സിദ്ധാന്തി പറയും. എന്താ ഉദ്ദേശിച്ചത്? ശ്രൗത വിനിയോഗമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശ്രുതി ഇല്ല നിങ്ങൾക്ക് വിനിയോഗം നടത്താൻ. അതെന്തുകൊണ്ടാ പറഞ്ഞത് മനസ്സിലായോ? വിനിയോഗ വിധിയുടെ അർത്ഥം എന്താ? അംഗി ഭാവബോധക വിധി, വിനിയോഗ വിധി. ആ വിനിയോഗ വിധി മറ്റ് 6 പ്രമാണങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് അംഗിഭാവം ബോധിപ്പിക്കുന്നത്. അവിടെ ശ്രുതി എന്നുള്ള മറ്റൊരു പ്രമാണമില്ലെങ്കിലും ലിംഗം എന്നുള്ള പ്രമാണം ഉണ്ടെങ്കിലോ? ശ്രുതി പ്രമാണം ഇല്ലെങ്കിലും ലിംഗപ്രമാണത്താൽ എന്തുകൊണ്ട് പറ്റത്തില്ല? ഇതാണ് ചോദ്യം. ശ്രൗത വിനിയോഗഭാവേപി. ടിപ്പണി നോക്കി 7. നിരപേക്ഷോരവഹ ശ്രുതി തത് പ്രതിപാദ്യ ഇത്യർത്ഥ. നിരപേക്ഷമായിരിക്കുന്ന രവെന്ന് പറഞ്ഞ ശബ്ദമാണ് ശ്രുതി. ഇത് ഏതിന്റെ കാര്യം എന്നറിയോ? നിങ്ങൾ വേദത്തെ ശ്രുതി എന്ന് പറഞ്ഞ സ്ഥലം അല്ല എടുക്കുന്നത്. ശ്രുതിലിംഗവാക്യ പ്രകരണ സ്ഥാന സമാഖ്യ എന്നുള്ള സ്ഥലത്തെ ശ്രുതിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ മന്ത്രത്തെയും പൊതുവെ ശ്രുതി എന്ന് പറയാറുണ്ടല്ലോ. ആ അർത്ഥത്തില് ശ്രുതി, വാക്യം, പ്രകരണം എല്ലാം തന്നെ ശ്രുതിയായി മാറും. ആ അർത്ഥത്തിലല്ല. ശ്രുതിക്ക് ശേഷമുള്ള ലിംഗവാക്യ പ്രകരണ സ്ഥാന സമാഖ്യ ഈ 5 ആശ്രയിക്കാതെ തന്നെ പറഞ്ഞ കാര്യം സിദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നിരപേക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നിരപേക്ഷമായിരിക്കുന്ന ശബ്ദത്തെയാണ് ശ്രുതി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു വിനിയോഗം കാണുന്നില്ലെങ്കിലും, ശ്രൗത വിനിയോഗം ഇല്ലെങ്കിലും എന്തുണ്ടാവാം? ലിംഗം എന്നുള്ള സാമർഥ്യത്താൽ വിനിയോഗം നേരിടാമല്ലോ. ശബ്ദ സാമർഥ്യം ലിംഗം എന്ന് പറയും. സാമർഥ്യം സർവശബ്ദാനാം ലിംഗമിത്യഭിധീയതേ. ലിംഗം എന്നുള്ളത് ശബ്ദത്തിന്റെ സാമർഥ്യമാണ്. അത് എന്താന്ന് ഇവിടെ പറയാം. ബർഹീർ
ദേവസദനം ധാമി, ദേവന് ഇരിക്കാനായിട്ടുള്ള ഇടം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്താണ് അർത്ഥസംഗ്രഹത്തിൽ കാണും. ഘൃതസ്യ ധാരയ സുഷേവം കൽപ്പയാമി തസ്മിൻ സീത, സദനമന്ത്രവും സാധനമന്ത്രവും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ കൂടുതൽ വിശദീകരിക്കുക അവിടെ. ഈ സ്ഥലത്ത് ദേവന് ഇരിക്കാനുള്ള ഇരിപ്പിടം, കാരണം ആവാഹനം നടത്തണ്ടേ. ഒരു കർമ്മം നടത്തുന്ന സ്ഥലത്ത് ഏത് ദേവതയ്ക്കുള്ള കർമ്മമാണോ അവിടെ ദേവത ആവാഹനം നടത്തി കർമ്മമൊക്കെ ചെയ്ത് പിന്നെ ദേവതയെ തിരിച്ചു വിടും. ഈ ഭാഗം ശരിയാണ്. കല്ല് കയറ്റാൻ പറ്റത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്ക് പണ്ടേ ദേവതയ്ക്ക് സ്വന്തം ശരീരമുണ്ട്. ഇവിടെ വന്നു ഗ്രഹിച്ചു. ഇതിനെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നത്, ഒരു രാജാവ് ഒരിടത്തിരുന്നിട്ട് സകലരുടെയും നമസ്കാരം സ്വീകരിക്കാൻ പറ്റുന്നത് പോലെ ദേവതയ്ക്ക് ഒരിടത്തിരുന്നിട്ട് എല്ലാ യാഗങ്ങളിലും സന്നിഹിതനാവാൻ പറ്റും. എങ്ങനെ? അവിടെ കൊടുക്കുന്ന ഭോഗം സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിലോ സിദ്ധി വൈശിഷ്ട്യം കൊണ്ട്, അണിമാതി സിദ്ധി വൈശിഷ്ട്യം കൊണ്ട് അനേക ശരീരത്തെ എടുത്തും കൊണ്ട് എല്ലാ യാഗസ്ഥലത്തും ഉപവിഷ്ടനായിട്ട് അവിടുന്നും ഭോഗം സ്വീകരിക്കാം. ഇതാരാ പറഞ്ഞേ? ഭാഷ്യകാരൻ പറഞ്ഞേ. അതെന്താ വികല്പം ചെയ്തേ? മനസ്സിലായോ? ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഏതും ഒന്ന് പറ. ഇത്രയ്ക്കുള്ള സംഭവം. എന്തുകൊണ്ടാ? പാരമാർത്ഥികമായിട്ട് ഇങ്ങനെയൊന്നുമില്ല. ഇതും ആവാം അതും ആവാം. ഇങ്ങനെ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഭാഷ്യകാരൻ. ഓപ്ഷൻ വെച്ച് കളഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ വെക്കാൻ പാടില്ലായിരുന്നു അവിടെ, പക്ഷെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാവാം അതാവാം. അതായത് ഇപ്പോൾ ഗീതയില് പറയുന്ന എന്താണ്, ശ്രീകൃഷ്ണ ജന്മം തന്നെ പറയുന്ന സമയത്ത് കാണുന്ന ദേവക്യാം പുത്ര ഇവ കില സംഭവന, സംഭവിച്ചു പോലെന്നേ പറയത്തുള്ളൂ. കാരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വേദാന്തത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ജഗത്തില്ലാത്ത സ്ഥലത്ത് ഇന്നലെ ഈ ക്ലാസ്സിൽ ഒരാളെ വിളിച്ചിരുന്നു. അങ്ങനെ അതായത് അതിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജീവൻ പോകുന്നത് അനുഭവിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവൻ എന്താന്ന് പോലും നമുക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്. ജീവന്റെ സ്വരൂപം എന്താന്നുള്ളത്. ഇങ്ങോട്ട് വരാം, പുറത്തു പോകുന്നില്ല. ബർഹിർ ദേവസദനം ധാമി. ബർഹി കുശ, ദേവൻ ഇരിക്കാനുള്ള സ്ഥാനമായിരിക്കുന്ന കുശയെ ഞാൻ ധാമി, ദാപ്പ് ലവനെ, ലവൻ എന്ന് പറഞ്ഞ ഛേദനാർത്ഥത്തിലുള്ള ദാപ്പ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ധാമി, അഹം ധാമി, ഞാൻ ഈ ദേവന്റെ ഇരിപ്പിടമായിരിക്കുന്ന ബർഹിയെ ഛേദനം നടത്തുന്നു എന്നാണ് ഈ മന്ത്രം. ഇവിടെ ഇത്യസ്യ ബർഹി ലവന പ്രകാശന സാമർഥ്യാത്, അതായത് ധാമി എന്നുള്ളതിന് എന്താ അർത്ഥം? ഛേദനം കരോമീന. ഇത് ഏതിനെയാണ് ഛേദിക്കുന്നത്? പറയാൻ ബർഹി, ബർഹിയെ ലവനത്തിനാണ്. ദേവന്റെ സദനമായി, ദേവന്റെ ഇരിപ്പിടമായിരിക്കുന്ന ബർഹിയെ ഞാൻ ഛേദനം നടത്തും എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ശബ്ദമാണ് ബർഹി എന്നുള്ളത്. നിങ്ങൾക്ക് അർത്ഥസംഗ്രഹത്തിൽ കാണാം. തൂപലാദി മറ്റ് തൃണത്തെ, പുല്ലിനെ അല്ല ഛേദനം നടത്തേണ്ടത്, മറിച്ച് ബർഹിയെ തന്നെ ഛേദനം നടത്തണം. അതെങ്ങനെ മനസ്സിലായി? ബർഹി എന്നുള്ള ശബ്ദമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ആ ശബ്ദത്തിന് സാമർത്ഥ്യമുണ്ട് ബർഹി എന്നുള്ള അർത്ഥത്തെ ബോധിപ്പിക്കാൻ. ശബ്ദ സാമർത്ഥ്യം ലിംഗം, മനസ്സിലായോ? ആ ശബ്ദത്തിന് സാമർത്ഥ്യമുണ്ട് തന്റെ അർത്ഥത്തെ ബോധിപ്പിക്കാൻ. അതുകൊണ്ട് ബർഹി എന്നുള്ള കുശത്തിന്റെ ഛേദനമേ നടക്കത്തുള്ളൂ ഈ മന്ത്രത്താല്. അതെന്തുകൊണ്ട് ഈ മന്ത്രം അവിടെ പ്രയോഗിക്കാൻ പാടുള്ളൂ, തൂപലാദികളിൽ പാടില്ലെന്നുള്ളത്? അവിടെയുള്ള ശബ്ദ സാമർത്ഥ്യത്തെ മനസ്സിലാക്കിയാൽ ഇത് ബർഹി ലവനത്തിന് മാത്രമേ പാടുള്ളൂ എന്ന് മനസ്സിലാവാം. മറ്റുള്ള സ്ഥലത്തേക്കില്ല. ബർഹി ലവന പ്രകാശന സാമർത്ഥ്യാത്, ബർഹിയുടെ ലവനം നിറ ഛേദനം, അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ള സാമർത്ഥ്യം ഏതിനുണ്ട്? ഈ ശബ്ദങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്ത് വിളിക്കാം? ലിംഗം എന്ന് വിളിക്കും. ലിംഗത്തിന്റെ അർത്ഥം എന്താ? ശബ്ദ സാമർത്ഥ്യ ലിംഗം. ഈ ലിംഗരൂപ ശബ്ദ സാമർത്ഥ്യത്താൽ ബർഹി ദേവസനം സദനം ധാമി എന്നുള്ള സ്ഥലത്ത് ഈ മന്ത്രം കുശാഛേദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എന്ത് സിദ്ധിക്കും? അംഗീഭാവം സിദ്ധിക്കും. അപ്പൊ അംഗീഭാവം സിദ്ധിക്കാൻ അടുത്ത പ്രമാണത്തെ വെച്ചിരിക്കുകയാണ് എന്ത്? ലിംഗം. അതുകൊണ്ട് തന്നെ എന്താണ് ചെറിയ വ്യത്യാസം? ശാഖാൻ ചിനഗ്നി എന്നുള്ള സ്ഥലത്ത് ശ്രുതിയെ നമ്മൾ അന്വയിക്കാൻ വേണ്ടിയിട്ട് വാക്യത്തെ ആശ്രയിച്ചിട്ടുണ്ട്. അവിടെ ഒരേ വാക്യത്തിലൂടെ ശ്രുതിയുടെ എവിടെ അന്വയം നടന്നു? കർമ്മത്തിൽ അന്വയം നടന്നു. ഇവിടെ പറയുന്നത് സാമർത്ഥ്യം എന്നുള്ള ലിംഗത്താല് ബർഹി ദേവസദനം ധാമി എന്നുള്ള മന്ത്രത്തെ ബർഹി ഛേദന സ്ഥലത്ത്, കുശാഛേദന സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. യഥാ വിനിയോഗ, എപ്രകാരം കുശാഛേദനത്തിന് ബർഹി ദേവസദം ധാമി എന്നുള്ള മന്ത്രത്തിനെ ഉപയോഗിച്ചുവോ? ഏത് പ്രമാണാണിത്? വിനിയോജക പ്രമാണം.
അവിടെ ഏതാണ് അംഗം? ശബ്ദ സാമർഥ്യം എന്നുള്ള ലിംഗം. അപ്പൊ ശബ്ദ സാമർഥ്യ രൂപ ലിംഗത്തെ ആശ്രയിച്ചും കൊണ്ട് എപ്രകാരം അംഗാംഗിഭാവബോധനം വിനിയോജക പ്രമാണം നടത്തിയോ, ഇതേപോലെ എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കത്തില്ല? എവിടെ? ഈശാവാസ്യം എന്നുള്ള മന്ത്രങ്ങള് കർമ്മത്തിന്റെ അംഗമാവാൻ എന്തുകൊണ്ട് പാടില്ല? അതെങ്ങനെയാന്നുള്ളതാണ് പൂർവപക്ഷി തന്നെ വിശദീകരിച്ചിരുന്നത്. അതെങ്ങനെ വരും? തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം, എപ്രകാരം ദൃഷ്ടാന്തം കണ്ടുവോ അപ്രകാരം കർമ്മശേഷ ആത്മപ്രകാശന സാമർഥ്യന. കർമ്മമായിട്ട് സംബന്ധിച്ചിട്ട് ഒരു യജമാനൻ ഇവിടെ ഇല്ലേ? യജമാനൻ. ഇപ്പൊ സ്വർഗകാമോ യജേത. അപ്പൊ സ്വർഗത്തിന് കാമനയുള്ള ഒരു യജമാനനാണ് കർമ്മത്തെ അനുഷ്ഠാനം നടത്തുന്നത്. ആ കർമ്മി എന്നുള്ളത് ആരാ? ആത്മാവാണ്. കർമ്മശേഷ ആത്മാ. ആ ആത്മാവിനെ പ്രകാശിപ്പിക്കാനുള്ള സാമർഥ്യം എവിടെയുണ്ട്? ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്കുണ്ട് എന്ന് ആര് പറയും? പൂർവപക്ഷി പറയും. അതായത് പൂർവപക്ഷിയെ സംബന്ധിച്ചിട്ട് നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന ഒരു ആത്മാവ് നിലവിലില്ല. കർമ്മശേഷ ആത്മപ്രകാശന സാമർഥ്യേന, കർമ്മത്തിന് ശേഷമായിരിക്കുന്ന ആത്മാവാണ് യജമാനൻ. ആ യജമാനനെ പ്രകാശിപ്പിക്കുക എന്നുള്ള സാമർഥ്യമാണ് ആർക്കുള്ളത്? ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിനുള്ളത്. അതുവഴി അപ്പൊ എന്ത് കിട്ടി? ശബ്ദ സാമർഥ്യ രൂപ ലിംഗം വഴി വിനിയോജക പ്രമാണത്തിലൂടെ കർമ്മസു ഏഷാം വിനിയോഗ, കർമ്മത്തിലാണ് ഈ ഈശാവാസ്യ മന്ത്രങ്ങളുടെ പ്രയോഗം നടക്കുന്നത്. അപ്പൊ കർമ്മമായിട്ട് അംഗത്വം വന്നിരിക്കുകയാണ് ഈശാവാസ്യ മന്ത്രങ്ങൾക്ക്. ഇത്യപി എന്നും ആശങ്കനീയം, എന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഇത്യാഹ എന്നുള്ളതാണ് ഇനി ഭാഷ്യത്തിൽ വരുന്നത്. ഭാഷ്യം ഒരു സെന്റൻസിന്റെ പാതി നമ്മൾ വന്നിട്ടുണ്ട് ഇന്നലെ. പാതി ഭാഗം നോക്ക്. തേഷാം എന്ന് പറഞ്ഞാല് ഈശാവാസ്യം ഇത്യാദി മന്ത്രാണാം വേദാന്തപരാണാം, വേദാന്ത അദ്വിതീയ ബ്രഹ്മബോധകങ്ങളായിരിക്കുന്ന ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾക്ക് അകർമ്മശേഷസ്യ ആത്മനോ യാഥാത്മ്യ പ്രകാശകത്വാത്, ഈ മന്ത്രങ്ങൾ കർമ്മത്തിന്റെ ശേഷമായിരിക്കുന്ന യജമാനന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കാനുള്ളതല്ല. കർമ്മത്തിന്റെ ശേഷമാണെങ്കിൽ കർമ്മശേഷം, ന കർമ്മശേഷം ഇത് അകർമ്മശേഷം, കർമ്മശേഷം അല്ലാത്ത ആത്മാ. അപ്പൊ രണ്ട് ആത്മാവുണ്ടോ അവിടെ ഇപ്പോൾ? ഒരാൾ കർമ്മശേഷവും ഒരാൾ അകർമ്മശേഷവും. പറ. കർമ്മശേഷമായിരിക്കുന്ന ആത്മാ, കർമ്മശേഷം അല്ലാത്ത ആത്മാ. നിനക്ക് വരുമോ? അങ്ങനെ വരൂല സ്വാമി, ഏഹ് അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ എങ്ങനെ കർമ്മം അന്വയിക്കും? ഒറ്റ ആത്മാവ് മാത്രമാണെങ്കിൽ കർമ്മശേഷാത്മാ അകർമ്മശേഷാത്മാ എന്നൊന്നുമില്ലേ? ഇച്ഛയുണ്ടെങ്കിൽ കർമ്മശേഷം, എങ്ങനെ? ഇച്ഛയുണ്ടെങ്കിൽ കർമ്മശേഷം എന്ന് അന്വയിക്കാൻ പറ്റില്ലേ? ഇച്ഛ സ്വർഗകാമോ യജേത പോലെ ഇച്ഛാവത്തായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇതിന് ബേസിക് ആയിട്ട് എന്ത് പറയും നമ്മളിപ്പോ? കർത്തൃത്വബോധമില്ല. ആവിദ്യകമായിരിക്കുന്ന ഒരു ജീവഭേദം മാനിച്ചാൽ ഇവിടെ അനേക ജീവാത്മാക്കളുണ്ട്, അവരാണ് കർത്താക്കൾ. ഇത് പറയാനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇത് പൂർവമീമാംസയിലെ സിദ്ധാന്തമാണ്. നമ്മൾക്ക് പറയേണ്ടത് എന്താ? ഈ ജീവൻ പോലും വാസ്തവത്തിൽ കർമ്മിയല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാകുന്നു എന്ന് പറയാനാണ്. ഇത് ലോകത്ത് പ്രസിദ്ധമല്ല, ലോകത്തിൽ അപ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ പറയാനാണ് ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് വ്യാവഹാരിക ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞാല് അവിദ്യ മാനിച്ചുകൊണ്ട് അനേക ജീവൻ, പാരമാർത്ഥികമായിട്ട് ഒരു ജീവൻ, അവനെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് തേഷാം മന്ത്രാണാം, ആ മന്ത്രങ്ങൾക്ക് അകർമ്മശേഷസ്യ ആത്മനോ യാഥാത്മ പ്രകാശകത്വ, കർമ്മശേഷമല്ലാത്ത ആത്മാ. ആരാ? ഈ ആത്മാവ് തന്നെ. അതെങ്ങനെ? അവന്റെ വാസ്തവ സ്വരൂപെടുത്താൽ. കാരണം രണ്ട് ആത്മാ വരില്ലല്ലോ. ആവിദ്യമായിട്ട് കർത്ത, നിരുപാധികനായിട്ട് അകർത്ത. അങ്ങനെ നിരുപാധികനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന ആത്മാവില്ലേ, അവനെ പറയുക എന്നുള്ളതാണ് ഇവിടെ മന്ത്രങ്ങളുടെ ഉദ്ദേശം. ആ ആത്മാവിന്റെ യാഥാത്മ്യ പ്രകാശകത്വ, യാഥാത്മ്യം എന്ന് പറയുന്ന അർത്ഥം യഥാർത്ഥ സ്വരൂപം, നിത്യശുദ്ധൻ, അതായത് കർമ്മശേഷമല്ലാത്ത ആത്മാവിന്റെ നിത്യശുദ്ധ സ്വരൂപതയെ ബോധിപ്പിക്കുക, അതാണ് യാഥാത്മ്യ സ്വരൂപം എന്നുള്ളത്. അപ്പോൾ കർമ്മശേഷമല്ലാത്ത ഈ മന്ത്രങ്ങൾക്ക്, തേഷാം മന്ത്രാണ്, ഈ മന്ത്രങ്ങൾക്ക് അകർമ്മശേഷസ്യ ആത്മനോ, കർമ്മശേഷമല്ലാത്ത ആത്മാവിന്റെ യാഥാത്മ്യ പ്രകാശകത്വ, യഥാർത്ഥ രൂപത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാകുന്നു ഈ മന്ത്രങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഈ മന്ത്രങ്ങൾ ആരെ പറയത്തില്ല? കർമ്മശേഷനായിരിക്കുന്ന ആത്മാവിന് പറയുന്നില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ ഇനി പറയാൻ പറ്റും ആർക്കെങ്കിലും? ബാക്കി ലിംഗപ്രമാണം വഴി ഇവൻ അംഗമായി മാറിയനെ, ആരുടെ? കർമ്മത്തിന്റെ. ഇനിയിപ്പോ അങ്ങനെ ആവാൻ പറ്റത്തില്ല. ഓം
ആ കുശമാണ്. കുശം അതേപോലെ തന്നെ ഇനിയും കുറെ സാധനങ്ങളുണ്ട്. തൂപരഹ എന്ന് അർത്ഥസംഗ്രഹത്തിൽ കാണാം. അതേപോലെ ഇതിന്റെ ഒരു അംഗയാഗസ്ഥലത്ത്, ഏതാണ് അംഗയാഗം? സൗമാരൗദ്രം ചരുയാഗസ്ഥലത്ത് ശർക്കണ്ട എന്നുള്ളതിന് സമാനമായിരിക്കുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ അത് സിദ്ധാന്തം അദ്വൈതത്തിലൊക്കെ കാണാം. ഓക്കെ. ശ്രീരുദ്രത്തിലൊരു സുബർഹ ആഹ എന്നുള്ളൊരു അത് ഇതായിട്ട് സമയമാണ്. അതായത് ബർഹി എന്ന് പറഞ്ഞാലേ ബർഹിക്ക് യാഗം എന്നും അർത്ഥമുണ്ട്. ബർഹിഷു രജതം ന ദേയം എന്നുള്ള സ്ഥലത്ത് ബർഹി എന്നുള്ളത് യാഗം എന്നർത്ഥം. അപ്പം പൂർവ്വ അതായത് നമ്മൾക്ക് ഈ വേദാന്തമാണ് കുറച്ചുകൂടി ഈസി. നിങ്ങളുടെ കർമ്മകാണ്ഡ സ്ഥലത്തെ ശബ്ദപ്രയോഗം എന്ന് പറഞ്ഞാലേ അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ വിദ്യാരണ്യ മുനിയുടെ ചേട്ടന്റെ വ്യാഖ്യാനം കാണേണ്ടി വരും. ശരിക്കേ, അല്ലാതെ പെട്ടെന്നൊന്നും അത് അന്വേഷിച്ചു കൊടുക്കാൻ പറ്റൊന്നുമില്ല. കുറച്ചുകൂടി ഈസി വേദാന്ത വാക്യാണ്. അതുകൊണ്ട് തന്നെ മന്ത്രം അതിനെക്കാട്ടും കഷ്ടമല്ലേ? മന്ത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതും നമ്മള് മന്ത്രമായിട്ട് ചൊല്ലത്തില്ല, അതിൽ പോലെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഓം ഭൂർഭുവസ്വഹ സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി വരേണീയം. വരേണ്യം എന്നാണോ വരേണീയം എന്നാണോ ചൊല്ലേണ്ടത്? വരേണീയം. ठीक है, വരേണ്യം എന്നല്ല. ഇതൊക്കെ നിങ്ങൾ ബൃഹദാരണ്യത്തിന്റെ ടീക്കയിലുണ്ട്. ठीक है, വിശദീകരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ധീമഹി എന്നുള്ളതിന് എന്താ അർത്ഥം? ധ്യായേമഹിന, ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ്. ആ, നിങ്ങളെന്താ ചോദിച്ചെന്തായിരുന്നു? ആ, ബർഹി അല്ലേ? ബർഹിക്ക് ഇങ്ങനെ പല അർത്ഥമുണ്ട്. അപ്പം അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല ഏത് അർത്ഥത്തിലാണെന്നുള്ളത്. യാഗം നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് ബർഹി അല്ലാതെ വേറെ എന്തൊക്കെയാ പേര് ഇവിടെയുള്ളത്? കാരണം ചിലപ്പോൾ ഇത് ഇവിടെ കിട്ടാത്ത വസ്തുക്കൾ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന വസ്തുക്കൾ ഉണ്ടാവുകയെ. ഈ സൗമാരൗദ്ര യാഗ സ്ഥലത്തൊരു ശബ്ദപ്രയോഗം നടത്തുന്നുണ്ട്. അതിന് ഹിന്ദി സർക്കണ്ട എന്നാ. അതിൽ സംസ്കൃത ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും എന്തായിരുന്നു എന്നുള്ളത്? മയിൽപീലി എന്നൊരർത്ഥമില്ലേ ബർഹിക്ക്? മയിൽപീലി അറിയത്തില്ല കേട്ടോ. മയിൽപീലി നിങ്ങളെ യാഗം ഇതായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണേ. സത്യത്തിൽ കേരളത്തിൽ ചോദിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്കും യാഗം നടത്തുന്ന യാഗം കണ്ണുരുട്ടി കാണിച്ചിട്ട് യാഗം നടന്നു എന്നാണ് പറഞ്ഞതല്ലാതെ യാഗമെല്ലാം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ കർമ്മകാണ്ഡത്തെക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇന്ന് കുറെ കയ്യിലുള്ളതും വേദാന്തം തന്നെയാണ്. കർമ്മകാണ്ഡല്ല. കർമ്മകാണ്ഡികൾ അടുത്ത് വരുന്നിട്ടെന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഇതിലെ കർമ്മം എങ്ങനെയുണ്ട്. അവർക്കും വലിയ പിടിപാടുന്നില്ല. സ്വാമിജി ബർഹ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? ബർഹാന്നോ? അത് നമ്മുടെ ശ്രീരുദ്രത്തിലൊരു പോർഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് എനിക്ക് നിങ്ങള് അതായത് ആ ഇതുണ്ട് എങ്ങനെ പേരെന്താണപ്പാ നിങ്ങളുടെ ചേട്ടന്റെ ആ ബുക്ക് വെച്ച് നോക്കും. അല്ലാതെ ഇതിനൊന്നും ഞാൻ ഉത്തരം പറയത്തില്ല. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് ആ മന്ത്രങ്ങൾക്കൊക്കെ അർത്ഥം പറയാൻ. സ്വാമിജി വരേണ്യം പിന്നെ വരേണ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും അർത്ഥത്തിൽ അത് വ്യത്യാസമില്ല. അർത്ഥ വ്യത്യാസമില്ല. വരേണ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്ന അർത്ഥം. ടീക്കെ, ശ്രേഷ്ഠം ഭർഗ എന്ന് പറഞ്ഞാല് സൂര്യന്റെ ദീപ്തി പ്രകാശം എന്ന അർത്ഥമാണ്. പക്ഷെ അവിടെ വർണ്ണങ്ങളെ 24 കിട്ടണം അല്ലെ? അങ്ങനെ വേണമെങ്കിൽ ഈ കാരം വരണം. അതിന് ടിപ്പണിയിൽ കുറച്ച് അതായത് അവിടെ കൊണ്ട് തീരത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കർമ്മകാണ്ഡം പോലും ആപസ്തംഭാദി എന്താണ് ഗൃഹ്യസൂത്രങ്ങൾ വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറയുക. ഇതേപോലെ മന്ത്രത്തിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നിബന്ധനകളുണ്ട്, ഇതിൽ എന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ ടീക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് അതെ നമ്മുടെ ക്ലാസ്സുകാരുണ്ട് ഇതിൽ, ഇവരോട് ചോദിച്ചു നോക്ക് ആ ക്ലാസ്സിന്റെ നമ്പർ എത്രയാന്ന്. ആർക്കെങ്കിലും അറിയെങ്കിൽ ടീക്ക് അതൊന്ന് അയച്ചു കൊടുക്കും. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ടീക്കയിൽ പറയുന്നുണ്ട്. അതൊരു വ്യാകരണ വശത്താൽ നീ മാത്രല്ല വേറെ ഒരു പദം കൂടി ഉണ്ട് വരുന്നുണ്ട്. ടീക്കെ, അത് കൂട്ടിച്ചേർത്തിട്ടാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈയുടെ ആവശ്യമുള്ളൂ. ടീക്കെ, വേറെ വർണ്ണം വേറെ സ്ഥലത്ത് വേറെയും വർണ്ണമുണ്ട്. ഇത് രണ്ടു സ്ഥലത്തെ കൂടി ധീമഹി എന്നാണോ? ദിയോ യോന അത് ഞങ്ങളുടെ പ്രചോദിപ്പിക്കും എന്നുള്ളതാണ്. നഹ അസ്മാകം ഞങ്ങളുടെ നഹ എന്ന് പറഞ്ഞാൽ അത് അസ്മാകൻ നഹ എന്നുള്ളതാണ്. അസ്മ ശബ്ദത്തിന്റെ ഷഷ്ടിയില് 2 രൂപം വരും. ഇത് 3 സ്ഥലത്ത് 2 രൂപം വരും. മമമേ അവയോഹനം നഹ. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? ദിയോ യോന എന്നാണ്. ദിയോ യോന. അതായത് നഹ എന്നുള്ള വിസർഗത്തിന് ശേഷം പകാരമായതുകൊണ്ട് കുപ്പോഹ് കപ്പോജ എന്നുള്ള സൂത്രത്താല് ഇത് അർദ്ധവിസർഗമായിട്ടേ വരത്തുള്ളൂ. നഹ എന്ന് പൂർണ്ണ വിസർഗം വരില്ല. ന പ്രചോദയാസനമായി മാറും. അവിടെ ഒരു സ്ട്രെസ്സേ ഉള്ളൂ. അർദ്ധവിസർഗമാണ്. ഒരു കേരളത്തിലെ പ്രമുഖനായിരിക്കുന്ന ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു, അവിദ്യ എന്താ? അങ്ങനെ ഉത്തരം പറഞ്ഞു അത് അഭാവമാണ്. അതിന് ഉത്തരം കൊടുത്തത് റീനേച്ചിയ തിരിച്ചിട്ട്.
ഇത് അഭാവമല്ല, അനിർവചനീയമായിരിക്കുന്നേ, ഭാവാഭാവ വിലക്ഷണമല്ലേ എന്ന്. അപ്പൊ ഇത് അതുപോലെ ഒന്നുകൂടി പറയോ, അവിദ്യ എന്താ ഒന്നുകൂടി പറയോ, കേൾക്കാൻ ഇഷ്ടമുണ്ടായിട്ടോ. അവിദ്യ എന്താണെന്നാണ് ചോദ്യം. അതെ, അത് ഉത്തരം കൊടുക്കുന്നത് കേരളത്തിലെ പ്രമുഖനായിരിക്കും സന്യാസി. ഉത്തരം കൊടുത്തത് അത് അഭാവ സ്വരൂപമാണെന്ന്. ഇതിന് തിരിച്ച് താഴെ ഉത്തരം തിരിച്ചു കൊടുത്തത് നമ്മുടെ ക്ലാസ്സിലെ റീനേച്ചിയാണ്. അവരെഴുതിയത് അതില് സ്വാമിക്ക് അറിയാലോ ഇത് ഭാവാഭാവ വിലക്ഷണമായിരിക്കുന്ന അനിർവചനീയ വസ്തുവാണെന്നുള്ള കാര്യം. വിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനമല്ല, ശരിക്കും അജ്ഞാനമാണ്. പക്ഷെ അജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ചോദിച്ചത്. അജ്ഞാനം അഭാവമാണോ ഭാവമാണോ? അജ്ഞാനം അഭാവമാണോ? അജ്ഞാനത്തിന്റെ അഭാവം അല്ല, ജ്ഞാനത്തിന്റെ അഭാവം അല്ല ശരിക്കും. ജ്ഞാനത്തിന്റെ അഭാവത്തെ അജ്ഞാനം എന്ന് പറയൂല. ജ്ഞാനത്തിന്റെ അഭാവത്തെ അജ്ഞാനം എന്ന് പറയുന്നത് നൈയായികനാണ്. വേദാന്തിയെ സംബന്ധിച്ച് ലക്ഷണം പറയുന്ന നേരം അനാദി ഭാവത്തെ സതി ജ്ഞാന നിവർത്തിത്വം എന്ന് പറഞ്ഞാലും അവിടെ ഭാവത്വത്തിന് അഭാവ വിലക്ഷണം എന്നേ അർത്ഥമുള്ളൂ. ഈ സാധനത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്ക് എത്ര പാടുണ്ടെന്നോ. അവിദ്യ എന്താ കാര്യം? ഇതിന് നിങ്ങളൊന്നല്ല, കേരളത്തിലെ ഇന്നത്തെ പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുറെ നേരം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ അടുത്തോട് പഠിച്ചുകൊണ്ട് നമ്മൾ പിന്നെ കയറി കട്ട് ചെയ്യത്തില്ല, ഒഴിവാക്കി വിട്ടേക്കും. അതായത് സുഷുപ്തിയിൽ അവിദ്യ ഇല്ലാന്ന് മാനിച്ച് ജീവിക്കുകയാണ് കക്ഷി ഇപ്പോഴും. എന്നിട്ട് എന്നെപ്പടി മണ്ഡലേശ്വരം ചോദിക്കുക, എന്താണ് ഇങ്ങനെ കക്ഷി ഇപ്പോഴും സുഷുപ്തിയിൽ നോക്കണോ? ഞങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് പഠിച്ചിറങ്ങിയതാ. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇതിന്റെ ഉള്ളിലേക്ക് അത്രയും പെട്ടെന്ന് ഇത്രയും കാലം പരിചയമുള്ള ആളാണിത്. അവർക്ക് പോലും പ്രവേശിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ അവിദ്യയുടെ സ്വരൂപം മനസ്സിലാക്കാൻ. നിങ്ങളെ എന്താണ് മിഥ്യാത്വ നിരൂപണം നടത്തുന്ന സമയത്ത് പഞ്ചമിഥ്യാത്വ നിരൂപണമാണ് അദ്വൈതസിദ്ധിയിൽ തുടക്കം. അതെല്ലാ ലക്ഷണവും നിങ്ങൾക്ക് അവിദ്യയിൽ കൊണ്ട് ചെന്നയിക്കാൻ പറ്റുന്നതാണ്. അവിദ്യയുടെ സ്വരൂപം ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിൽ തന്നെ ബൃഹദാരണ്യകത്തിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, വസ്തുവിനെ ആച്ഛാദനം നടത്തുന്ന വസ്തു സ്വരൂപ ആച്ഛാദകനായിട്ടാണ് അവിദ്യ ഇരിക്കുന്നത് എന്ന് പറയും. വേറൊരു സ്വരൂപം കൂടി ഉണ്ട് ഇതിന്, പുതിയ വസ്തുവിന് സ്ഥാപനവും നടത്തും. സ്വാമിജി, ജ്ഞാനം അനാദിയാണോ അവിദ്യയെ പോലെ? ജ്ഞാനസ്വരൂപ ബ്രഹ്മം അനാദിയാണ്. നിങ്ങളെ ഒരു ശ്ലോകം എഴുതിയെടുത്ത് എല്ലാവരും തെന്നെടുക്കും. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണ്ട, ഇല്ലേ എഴുതിക്കോ. ജീവ ഈശോ വിശുദ്ധാചിത്ത്, ജീവ ഈശോ വിശുദ്ധാചിത്ത്, ജീവ ഈശോ വിശുദ്ധാചിത്ത് തഥാ തഥാ 1-2 തകാരങ്ങളാണ്. തഥാ ജീവേശ്വയോർ ഭിദ, ഭിദ എന്ന് പറഞ്ഞാൽ ഭേദം. ജീവേശ്വയോർ ഭിദ, തഥാ ജീവേശ്വയോർ ഭിദ അവിദ്യ അവിദ്യാതത് അവിദ്യാതത് ചിതേർ യോഗഃ, അവിദ്യാതത് ചിതേർ യോഗഃ ഷഡസ്മാക 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 മനാദയഃ, ഷഡ് അസ്മാകം അനാദയഃ, ഷഡസ്മാകം അനാദയഃ എഴുതുന്നേരം അങ്ങനെ വരത്തുള്ളൂ. ഷഡസ്മാകമനാദയഃ, അസ്മാകം ഷഡ് അനാദയഃ. ഞങ്ങൾക്ക് 6 അനാദി വസ്തുക്കളാണുള്ളത്. ഏതൊക്കെയാ? ജീവൻ, ഇവിടുന്ന് എണ്ണിക്കോ. ജീവൻ, പിന്നെ ഈശ്വരൻ, പിന്നെ ശുദ്ധബ്രഹ്മം. ജീവ ഈശോ വിശുദ്ധാചൈ ചിത്ത് 3 എണ്ണമായി. തഥാ ജീവേശ്വർ ഭിദ, ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം അതും അനാദിയാണ്. 5-ാമത്തെ എന്താ? അവിദ്യ. 6-ാമത്തതോ അവിദ്യയും ചേതനവും തമ്മിൽ സംബന്ധം. ഇങ്ങനെ 6 എണ്ണം അനാദിയായിട്ടിരിക്കും. ഈ 6 അനാദിയിൽ 5 അനാദിയും 6-ാമത്തവന്റെ ജ്ഞാനത്താൽ നഷ്ടപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാല് ചേതനം, നിത്യചൈതന്യം ഉണ്ടല്ലോ, ശുദ്ധചൈതന്യം, ആ ശുദ്ധചൈതന്യത്തിന്റെ ജ്ഞാനത്താല് ബാക്കി 5 നഷ്ടപ്പെട്ടു പോകും. 1 മാത്രം അവശേഷിക്കും. അന്നപ്പോൾ അനാദി അനന്തമായിട്ട് എത്ര ഉണ്ടാവും? വിശുദ്ധാചിത്ത് എന്ന് വെച്ചാൽ എന്താ? ശുദ്ധചൈതന്യം. അനാദി അനന്തമായിട്ട് എത്ര എണ്ണം ഉണ്ടാവും? 1. അനന്തമായിട്ട് എത്ര ഉണ്ടാവും? 1. ഇതൊക്കെ നിങ്ങൾ ഇനി ഇങ്ങനെ വരുന്ന ഓരോരോ ടൂളും എഴുതിയെടുത്ത് നിങ്ങളൊരു ചെറിയൊരു ബുക്കിലേക്ക് ഇങ്ങനെ മറിച്ച്, ചെറിയ ബുക്ക് നമുക്കിങ്ങനെ മാറ്റി പെട്ടെന്ന് മറിക്കാൻ പറ്റും. അങ്ങനെയുള്ളതിൽ എഴുതിയെടുത്തിട്ട് നിങ്ങളെ യാത്രയിൽ ഇത് കയ്യിൽ വെക്കണം. പോക്കും വരവിലും നോക്കി 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 തയ്യാറായിട്ടിട്ട്
ഡാറ്റാസ് കുറെ ആവശ്യമാണ്. ടേം പോലെ ഡാറ്റ വെച്ചാൽ നമുക്ക് ഇത് പറയാനും മനസ്സിലാക്കാനൊക്കെ പറ്റത്തുള്ളൂ. അത് ശീലമായി മാറും. ठीक है. പലവട്ടം നമ്മൾ തത് ഈശ്വർ എന്താ പറഞ്ഞ ഈശ്വർ തഥാ ഈശ്വർ തഥാ ജീവേശ്വയോർ ഭിദ. ജീവേശ്വർ ഈശ്വയോർ ജീവേശ്വർ ഭകാരം ഇതാ അതിന്റെ ഭ. ദകാരം മൂന്നാമത്തത്. ഭിദ. ഭിദ എന്ന് പറഞ്ഞ ഭേദം എന്നർത്ഥം. തഥാ ജീവേശ്വയോർ ഭിദ. ആ ഭിദ. ഓക്കെ. പറയുന്നതേ മലയാളികളെ, ഞാൻ പണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് കാക്കാ. അപ്പൊ പണ്ട് ആലോചിച്ചിട്ടുണ്ട് ഇതെന്തിനാണ്, ഇത് ധനത്തിന്റെ ദ, ഇത് ദാനത്തിന്റെ ദ. എന്നാ പിന്നെ ഒന്നും പോരായിരുന്നു രണ്ടു കൂടി. അതായത് ടീച്ചർക്ക് അറിയത്തില്ല ധനത്തിന് ദ എന്നല്ല പറയാ, ധ എന്നാ പറയാം. മനസ്സിലായോ? വലിയ പ്രശ്നമുണ്ട്. നമ്മള് വർണ്ണങ്ങൾ ഉച്ചരിക്കുന്ന കാര്യത്തിൽ വളരെ വീക്കാണ്. ബോധപൂർവം അത് ചെയ്ത് ശീലിക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മള് ഇതൊക്കെ കൊണ്ടുവരത്തില്ല, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കൂലേ, അവിടെയെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കേണ്ടതായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മലബാർ ഒന്നൊന്നര ശബ്ദല്ലേ. പണ്ട് ഞാൻ പാലേ പഠിക്കുന്നവരെ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് കടയല്ല കുട്ട. ठीक है. കുട്ട ടാ ടാ ആയിരിക്കണം, കുടയൊന്നല്ല കുട്ട. നമ്മള് കുട്ടയ്ക്ക് കുട്ട എന്ന് പറയും, കുടയ്ക്ക് കുട എന്ന് പറഞ്ഞ കളി. അതായത് മൃദു ശബ്ദം, ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്നാണ് 5 വർണ്ണങ്ങള്. ക, ഖ, ഗ, ഘ, ങ. ഒരു ദിവസം ഞാനിങ്ങനെ നടന്ന് ഋഷികേശുള്ള സമയത്ത് ക്ലാസ്സും കഴിഞ്ഞ് ഇങ്ങനെ പോയി, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പൊ തിരിച്ച് ഒരാൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അപ്പൊ കണ്ട ബോഡി ലാംഗ്വേജ് കണ്ടറിയാം, ദൂരത്തുനിന്ന് കണ്ട മലയാളിയെ തിരിച്ചറിയാലോ. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിക്കാണ്, कहीं गाना गाने के लिए होटल है? मैंने बोला तुम गाना मत गाया करो, वहां जाके खाना खाने के लिए होटल मिल जाएगा. ठीक है, होटल में जाकर के गाना गाएंगे. ഗായും ഖായും ഖാന ആണ് ശരിക്കും. അതെങ്കിലും പറയാൻ പറ്റില്ല, കായ ഒന്ന് സ്ട്രെസ് ചെയ്താൽ മതി. ठीक है. ഷാറുഖ് ഖാൻ ഖാന. കുറെ നമ്മൾ പല വഴിക്ക് പോകുന്നവരെ നമ്മൾ ഭാഷയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതാ. അപ്പൊ വർണ്ണങ്ങളും കറക്റ്റ് ആക്കി ഉപയോഗിക്കാം എല്ലാവർക്കും. അതായത് എല്ലാ ഭാഷയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പഞ്ചാബിയിലാണെങ്കിൽ അവർക്ക് പാണി എന്നേ പറയത്തുള്ളൂ, പാണിഗ്രഹണമാണ്. ഇത് പാനിക്ക്, ജലത്തിന് അവർക്ക് പാണി എന്നാണ്. മൂർധന്യ ശബ്ദങ്ങള് അവർക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചു കളയവര്. ठीक है. ഡാട്ടാടാണ ഷാ ഇത്യാദികള് സ്ട്രെസ് ചെയ്ത് കളയും. പാണി. ഓരോ ഭാഷയ്ക്ക് ഓരോ പ്രശ്നമുണ്ട്. അതേപോലെ രസം എന്താ പറയാ, നോർത്ത് ഇന്ത്യയില് ഷ ഷ സ അതങ്ങനെ എന്താ പറയുന്നോ, ശങ്കരന്റെ സ, ശങ്കരന്റെ സ, ഇത് ശങ്കരന്റെ സ. അവർക്ക് പറ്റത്തില്ല അത് ഷായും ഷായും സാവും പറയാൻ. മൂർധന്യ സ എന്ന് പറയും. മൂർധന്യ സ അല്ല ഷാ എന്ന് പറഞ്ഞാൽ മതി. ഗ്യാസ് വരാൻ തുടങ്ങി. സ്വാമിജി വീട്ടിൽ നിന്ന് കഴിക്കുന്ന പറഞ്ഞിട്ടാണ് രാവിലെ വിട്ടത്. ഒന്നും കഴിച്ചില്ല. ഇപ്പൊ വിളിച്ചിരുന്നു കഴിക്കുന്ന ഇനിയിപ്പോ കഴിച്ചോ. എന്തായാലും ചോദ്യവാർത്താവ് ഉണ്ടാരോ? കമോൺ. സ്വാമിജി, നമ്മുടെ പിന്നെ വിജ്ഞാൻ എന്നല്ലേ നോർത്ത് ഇന്ത്യയിൽ പറയാ, നമ്മള് വിജ്ഞാനം എന്നല്ലേ പറയാ. അപ്പൊ ഏതാ കറക്റ്റ്? വിജ്ഞാനമാണ് കറക്റ്റ്. പക്ഷെ അവരെടുത്ത് മത്സരിക്കാൻ പോയാലും അവർ പറയും അവരതാ ശരിയെന്ന്. അതെല്ലാ ഭാഷക്കാരും അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ജ്ഞാനി സെയിൽസിങ് കേൾക്കുന്നില്ലേ? അതെ, ശരിക്കും അങ്ങനെ വേറെന്താ? ജ്ഞാനി സെയിൽസിംഗ് എന്നല്ലേ ഇവിടെ പറയുന്നത്. ജ്ഞാനി സെയിൽസിംഗ് എന്നല്ലേ പറയാറ്. ശരിക്കും അങ്ങനെ ജ്ഞാനി സെയിൽസിംഗ് ആണ്. പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ ഉച്ചാരണത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ സത്യത്തില്. ഓരോ ഭാഷയിലും മലയാളത്തിൽ മാത്രമുള്ള ഒരു അക്ഷരമില്ലേ? അതിൽ എക്സ്ക്യൂസ് ഇല്ല. അതായത് ഒരു കഥ പറയൂ ഇതിനെ കുറിച്ച്. ഇന്ദ്രശത്രു വർദ്ധസ്വ. ഇതില്ലേ അന്ത്യോദാത്തം ആദ്യോദാത്തം വരുന്നാല്, അന്ത്യോദാത്തം ആദ്യോദാത്തം വരുന്നേരം സ്ട്രെസ് എവിടെ കൊടുക്കണം നിർബന്ധമുണ്ട്. ഉദ്ദേശിച്ചത് ഇന്ദ്രൻ ശത്രുവായിരിക്കുന്നത് ആരാണോ അവൻ വർദ്ധിക്കട്ടെ എന്നാ. ചൊല്ലി വരുന്നപ്പോൾ ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ എന്നാ വേണ്ടത്. എന്നുള്ളതിന് വേറെ ഇന്ദ്രശത്രു എന്നായിപ്പോയി. അല്ല, അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല.
സോറി, അതായത് വാക്യാന്വയത്തിൽ വ്യത്യാസം വരില്ല. അതിലെ സമാസത്തിലെ പ്രശ്നമാണത്. സമാസം ആ വരുന്ന സമയത്ത് ഇന്ദ്രശത്രു പ്രസ് ചെയ്യുന്ന സ്ഥലത്തിന് പ്രശ്നമുണ്ട്. ഓക്കെ, ആ ആ അപ്പോൾ ഇന്ദ്രശത്രു എന്ന് അവിടെ പറയാൻ പറഞ്ഞോ. ഇന്ദ്രൻ ശത്രുവായി മാറി. ഇന്ദ്രനായിരിക്കുന്ന ശത്രു വർദ്ധിക്കട്ടെ എന്ന് അർത്ഥം കിട്ടും അവിടെ, അതെ അതെ കർമ്മധാരിലായിരുന്നു. ഓക്കെ, അതെ അതെ അപ്പോൾ എവിടെയാ വെറും ഉദാത്ത അനുദാത്ത സ്വരിതം ഉണ്ടല്ലോ, അവിടെ വന്ന മാറ്റത്തിലാണ് പണി പാളിയത്. അല്ല അതിപ്പോ പിന്നെയാണോ മലയാളം കർമ്മത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര മലയാളം ഉപയോഗിക്കുന്നുണ്ട്? പിന്നെ കോസ് കോസ് ഇത് ഫോർ ഇങ്ങനെ ബെർലെ പാടില്ല ചാർ എന്നുള്ളതാണ്. കോസ് ഫോർ അതായത് വാണിന്നല്ലേ. പരമാവധി നമ്മൾ വർണ്ണത്തെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് സ്വാമിജി പാടി മലയാളത്തിൽ മാത്രമുള്ള ഒരു അക്ഷരമില്ല ഴ പിന്നെ വഴി ഉണ്ട്, ഉണ്ട്. ഒരു പ്രാവശ്യം മണ്ഡലേശ്വരി റാ പറയാൻ നോക്കി, ഞാൻ വെച്ച് പറ്റിച്ചായിരുന്നു. ഴ എന്ന് പറയാൻ ഞാൻ പറ്റില്ല, അങ്ങനെ കുറെ പറഞ്ഞു നോക്കി, ഞാൻ പഴം എന്ന് ഓർക്കാൻ പറയാൻ ശേഷം പറ്റില്ല. വാഴ, പഴം, കുഴകുഴ, ഇതൊന്നും വേറെ ഒരു ഭാഷക്കാരനും പറയാൻ പറ്റത്തില്ല. കിട്ടൂല. അപ്പൊ അതേപോലെ ഫ എന്നൊരു പദം മലയാളത്തിലുണ്ടോ? പ ഫാഷൻ ഇല്ല, മലയാളത്തിൽ ഫ ഇല്ല. പണം പണം പാ ഇല്ല കഴിഞ്ഞാൽ അവൻ പ ഫ പ ആണ്. ഫ ഫ ഭ ഭ മ എന്നാ വേണ്ടത്. ഫ ഇല്ല ഇവിടെ. ആ, പക്ഷെ നമ്മൾ ഇല്ല. കഫം, ठीक है, കഫ അല്ല, കഫം കഫം തന്നെയാണത്. അത് കഫം കറക്റ്റ് പ്രയോഗ. ആ, ആ, ആ. കഫം പണ്ടത്തെ ആൾക്കാർ പ്രയോഗിച്ച കറക്റ്റാ. പക്ഷെ നമ്മൾ അതിനൊന്ന് മോഡേണൈസ് ചെയ്തിട്ട് കഫം എന്ന് പറയും. കഫം ഇല്ല, കഫം അകാരം മലയാളത്തിൽ ഇല്ല. അതുകൊണ്ട് ഒരു വർണ്ണം എവിടെന്നെങ്കിലും കൊണ്ടുവരേണ്ടതാ. അതായത് നമ്മള് ഇതിനിപ്പോൾ എല്ലാ ഭാഷയ്ക്കും അതിന് നമ്മളെപ്പോഴും ചില സമയത്ത് കൂട്ടിച്ചേർക്കണം. അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഭാഷ നിലനിൽക്കത്തുള്ളൂ. ഇപ്പൊ തമിഴിനെ പറ്റി എന്താ പ്രശ്നം? അത് ഞങ്ങൾ ഒരിക്കലും തല്ലിയാൽ നന്നാവത്തില്ല എന്നുള്ള ടൈപ്പാണല്ലോ ഭാഷക്കാര് തമിഴിനോടല്ലേ. പക്ഷെ അവരുടെ ചെന്തമിഴ്ന്ന് മാറിയിട്ടല്ല ഇന്നത്തെ ഭാഷ തമിഴ് വന്നത്. അതെന്തുകൊണ്ട് മറന്നുപോയി? അതെന്താ കളി? പൊളിറ്റിക്സിന്റെ കളിയായിപ്പോയി. പക്ഷെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ ആൾക്കാർ പറയുന്നുണ്ട് മാറ്റണം മാറ്റണം, വർണ്ണങ്ങൾ വേണം എന്നുള്ളത്. ഒരു കാലത്ത് നന്നോ, എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്. ഭാഷ നവീകരിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ നിങ്ങളുടെ ഈ ഭാഷ സംസ്കൃതം ഉണ്ടല്ലോ, അതിൽ സമാസമൊക്കെ ഉപയോഗിക്കുന്ന ശൈലി ഇപ്പോൾ ഉള്ള ഭാഷയെ പോലെ ഇല്ലെന്നുള്ളതാണ്. ഇതൊക്കെ വളരെ വേദം സ്വരിച്ചു കൊല്ലുന്നത് ഈ സ്വരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടല്ലേ? വേദം സ്വരിച്ചു കൊല്ലുന്നത്, സംഹിതാപാഠം മുഴുവൻ സ്വരിച്ചു കൊല്ലുന്നത് ശുദ്ധി. ശുദ്ധി, ഗ്രന്ഥകാരികളെ പഠി അതെ അതെ, വർണ്ണത്തിൽ അത്രയും ശുദ്ധി വരുത്തണം, എങ്കിലും മാത്രമേ അതെ അതെ കൊല്ലുന്നൊരു ഫലം കിട്ടത്തുള്ളൂ. മാത്രാലേഖന പുത്രലാഭം നൽകുന്നതേ വയ്യാകരണം. അത് വേറെ ഇതുമായിട്ടുണ്ട്. എന്താണ് ഈ ഒരു കാര്യം പറഞ്ഞില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ശ്ലോകമുണ്ട്. മാത്രകൾ പോലും വ്യത്യാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. വൃത്രാസുരൻ ഈ ഒരു കാര്യത്തിലാണ് കൊല്ലപ്പെട്ടു പോയതെന്ന് പറഞ്ഞിട്ട് അതെ 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 ഒരു ശ്ലോകം ഉണ്ട്, ഞാൻ മറന്നു. പിന്നെ അയാളുടെ കഥയിലുണ്ട്, രാമായണത്തിലുണ്ടല്ലോ ഇതേ കഥ തന്നെ. അതെയോ? നിദ്രാവത്വം നിർദേവത്വം ആഗ്രഹിച്ച നിദ്രാവത്വം ആയിപ്പോയി എന്നല്ലേ ഓഹോ, കുംഭകർണന്റെ. നിർദേവത്വം ആണ് ആഗ്രഹിച്ചത്, പക്ഷെ നിദ്രാവത്വം നാക്കിൽ വന്നുപോയി എന്നൊരു രാവണന്റെ അടുത്ത് അതെ രാവണന്റെ അടുത്ത് കുംഭകർണൻ 6 മാസം ഉറക്കം ശീലമായി പോയി. അപ്പൊ നമ്മള് ആരോഗ്യ വ്യസനം ഓടിയിട്ടുണ്ട്, നമ്മൾ തീർക്കാനുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.